നമ്മുടെ രാവിലെ അർച്ചന എന്ന് പറഞ്ഞാൽ തോണ്ടുന്നതാണ് അർച്ചന. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ സംസ്കാരം. ഇപ്പം രാവിലെ അമ്പലത്തിൽ പോവുക, കുട്ടികളെയും കൊണ്ട് പോവുക, അത് എന്താണ്? അതൊന്നുമില്ല. അത് കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുന്നവരാണെങ്കിലോ നേരെ ഉള്ളിൽ പോയി തൊഴുതു പോയി ശുപാർശയും പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ ഒക്കെ റെക്കമെൻഡേഷനിൽ പോകുന്നവരാണ് ഭഗവാന്റെ അടുത്ത്. അപ്പം അങ്ങനെയുള്ളൊരു ഭക്തിയാണ് നമുക്ക്. കാരണം അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളീയർ വളരെ പുറകിലായിപ്പോയി. നിങ്ങളിപ്പോഴും ഇവിടെയൊക്കെ നോക്കൂ, ഹരിദ്വാർ, യമുന തുടങ്ങിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി നോക്കൂ. നിങ്ങൾ കുംഭമേള എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എത്ര ലക്ഷം ജനങ്ങളാണ് വന്ന് കുളിക്കുക. എത്ര ലക്ഷമോ പേർ. ഇന്നും പൗർണമി ദിവസങ്ങളൊക്കെ കാശിയിലൊക്കെ പോയാൽ അവിടെ ജനങ്ങൾ കുളിക്കുന്ന കാണാം. പോട്ടെ. അപ്പം കൃഷ്ണനും കൂട്ടരും സമന്ത പഞ്ചക തീർത്ഥത്തിലെത്തി സൂര്യഗ്രഹണ സമയത്ത്. എവിടെയാണ്? കൃഷ്ണൻ സമന്ത പഞ്ചകത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ വൃന്ദാവനത്തിൽ നിന്നും ഗോപികമാർ അവിടെ എത്തി. പാണ്ഡവരെത്തി, കൗരവരെത്തി, കൃഷ്ണൻ്റെ പത്നിമാരെത്തി. അങ്ങനെ അവിടെ വലിയൊരു കുംഭമേളയാണ്. ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കാം ഈ കുംഭമേളയുടെ ഒരു ആരംഭം എന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും വലിയൊരു ജനാവലി അവിടെ എത്തിച്ചേർന്നു. മഹാന്മാരായ വ്യാസഭഗവാൻ ഒക്കെ എത്തിച്ചേർന്നു അവിടെ. അത്രയും ഗംഭീരമായ ഒരു അതിനൊക്കെ താമസിക്കാൻ സൗകര്യം. പിന്നെ ഈ സൂര്യഗ്രഹണ സമയത്ത് ആരും ഒന്നും കഴിക്കില്ല. അത് കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞിട്ടേ ഇവർ വല്ലതും കഴിക്കുള്ളൂ. പണ്ട് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നോ? ഇപ്പോഴും അങ്ങനെയാണ്. കഴിച്ചിട്ടേ നമ്മൾ ഇരിക്കാറുള്ളൂ. കാരണം ഈ കമ്മ്യൂണിസമൊക്കെ തലയിൽ കയറിയപ്പോൾ ആൾക്കാർക്ക് ഇതിലൊന്നും വിശ്വാസമില്ലാതെ അവസാനം കമ്മ്യൂണിസം പോയി, നമ്മുടെ വിശ്വാസവും പോയി. നോക്കൂ, നമ്മുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരിതൊക്കെ ശരിയല്ല പറഞ്ഞു. അപ്പോൾ അവർ ചരട് കെട്ടാൻ തുടങ്ങി, അവർ ജപിക്കാൻ തുടങ്ങി, അവരമ്പലത്തിൽ പോകാൻ തുടങ്ങി. ബാക്കിയുള്ള ഹിന്ദു ജന്തുവായി. നോക്കൂ നിങ്ങൾ, എന്തൊരവസ്ഥ അവരുണ്ടാക്കി വെച്ചതെന്നുള്ളത്. അവരിപ്പോൾ കൃത്യം അമ്പലത്തിലൊക്കെ പോകുന്നു. എന്നോടൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വലിയൊരു നേതാവിൻ്റെ ഭാര്യ, ഞാനിപ്പം സപ്താഹം നടത്താൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് കോട്ടയിലേക്കാണ് ഈ മെയ് മാസം ലാസ്റ്റിൽ. അപ്പം നേരത്തെ ഞാൻ അതിൽ പോകുന്ന സമയത്ത് തന്നെ മീറ്റിങ്ങിൽ ചിലരൊക്കെ വന്നിരുന്നു. പേര് ഞാൻ പബ്ലിക്കലി പറയാൻ പാടില്ലല്ലോ, കാരണം ഇതൊരു ലൈവ് പോകുന്നത് കൊണ്ട്. അപ്പോൾ അവരിപ്പോഴേ ചോദിക്കുന്നുണ്ട്, എത്ര മണിക്ക് അവിടെ തുടങ്ങണം? 6 മണിക്ക് മതിയോ? 5:30 വരണോ? അപ്പോൾ അവരിപ്പോഴേ 5:30 എണീക്കാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? ഡെയിലി ലളിതാ സഹസ്രനാമം ചൊല്ലണോ? അപ്പോൾ അവരത്ര ആക്റ്റീവാണ് ഇതിലൊക്കെ. എന്നാൽ ഇവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും കേട്ടിട്ട് ബാക്കി ഹിന്ദു ജന്തു ആവും ചെയ്തു. ഇവരിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കുകയും. നോക്കൂ നിങ്ങൾ, കാലം പോയൊരു മാറ്റം. അപ്പോൾ നിൽക്കട്ടെ, ഇവിടെ ഗോപികമാർ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗോപികമാരെ കൃഷ്ണനെ കണ്ട് അവർ കുശലങ്ങളൊക്കെ പറഞ്ഞു. കാരണം കൃഷ്ണൻ കുട്ടിക്കാലത്ത് ചെലവഴിച്ച ഗോകുലത്തിലെ വൃന്ദാവനത്തിലെ ഗോപികമാർ കൃഷ്ണനെ മറക്കാൻ പറ്റില്ല. അങ്ങനെ കുശലങ്ങളൊക്കെ പറഞ്ഞ് ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ, കാലം എത്രമാത്രം മാറ്റം വരുത്തി. കാലം അങ്ങനെ അതിൻ്റെ ചക്രം ഉരുണ്ടു പോവുകയാണ് അല്ലേ? അപ്പം നാളെ നമുക്ക് ഈ ഒരു പന്തലും സപ്താഹമൊക്കെ നിൽക്കണം. മറ്റന്നാൾ മുതൽ കാലിയടിച്ച സ്ഥലം കാണണം. അതാണ് കാലം എന്ന് പറയുന്നത്. കാലം ആരെയും കാത്തിരിക്കില്ല. ഉണ്ടോ? നമ്മളൊക്കെ ജനിച്ചു കൂടിയല്ല ജനിക്കുന്ന നേരത്തും. അപ്പോൾ ഉള്ള സമയം പ്രയോജനപ്പെടുത്തണ്ടേ? അപ്പം അതുകൊണ്ട് ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ, ഇനി എത്ര കാലം ഇവിടെ ഉണ്ടെന്നറിയില്ല, ഇനി ഭൂമിയിൽ എത്ര കാലം ഉണ്ടെന്നറിയില്ല. അതിനു മുമ്പ് ഒരു വരം ഞങ്ങൾക്ക് വേണമെന്നാണ്. എന്തു വരമായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക? അതൊന്നും നമുക്ക് കാണേണ്ടതാണ്. ഇപ്പം ഈ അമ്പലങ്ങളിലൊക്കെ ചൊന്ന് എന്താണ് നമ്മൾ ചൊല്ലേണ്ട അല്ലെങ്കിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന? നമ്മൾ ഹിന്ദുക്കൾക്കത് വലിയ വിലയില്ല. നമ്മൾ ഈ കുട്ടികളോടൊക്കെ പറയുന്ന എന്താണ്? പരീക്ഷ പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറയും. മക്കളോട് പറയാറുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത്? പറയാറുണ്ടോ ഇല്ലയോ? പരീക്ഷ പാസ്സാക്കി തരണമെന്ന് പറയാറുണ്ടോ? ഇല്ല. നോണ പറയരുതേ. രോഗങ്ങൾ മാറ്റിത്തരണമെന്ന് പറയാറുണ്ടോ? പറയാറുണ്ട്. പിന്നെ കുടുംബത്തിൽ സമാധാനം തരണമെന്ന് പറയാറുണ്ടോ?
ശത്രുക്കളെയൊക്കെ ഫിനിഷ് ചെയ്ത് തരണമെന്ന് പറയാറുണ്ടോ? എന്താ ഒന്നും പറയാത്ത? നോണ പറയരുത്. പറയാറില്ല? എത്ര പേര് പറയാറുണ്ട്? അതെ, കയ്യൊക്കെ പൊങ്ങുണ്ട് അവിടെ ഇവിടെയൊക്കെ. ആ ചെറുതിനെന്ത് ശത്രുവാണ്? ദൈവമേ, അച്ഛനിട്ട് ഫിനിഷ് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്? അതിന് ശത്രു ഉണ്ടത്രേ. നോക്കൂ, നിങ്ങൾ ആ ചെറുത കൈ പൊക്കിയത് ഈ അച്ഛനമ്മമാര് കാണുന്നുണ്ടോ അറിയില്ല. അപ്പോ ശത്രു സംഹാരം ചെയ്യണം. അങ്ങനെയൊക്കെ ഓരോരുത്തരും പ്രാർത്ഥിക്കാറുണ്ട്. ഉണ്ടോ? കുട്ടികൾ പരീക്ഷയൊക്കെ ആകുമ്പോൾ SSLC +2 നീറ്റൊക്കെ എഴുതുന്ന സമയത്ത് പലപ്പോഴും പ്രാർത്ഥിക്കും അമ്മമാർ, എങ്ങനെയെങ്കിലും പേര് പാസ്സാക്കണം, 80%, 90%. അവനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്യിച്ചോളാം. അപ്പോൾ SSLCക്ക് അവനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിച്ചപ്പോൾ ഇവൻ +2 ആയപ്പം ഇവൻ അങ്ങോട്ട് പറഞ്ഞു, ഭഗവാനെ, ഗുരുവായൂരപ്പ, എനിക്ക് 90% മാർക്ക് കിട്ടിയാൽ ഞാൻ അച്ഛനെ കൊണ്ട് 2 പ്രാവശ്യം ശയനപ്രദക്ഷിണം ചെയ്യിക്കാമെന്ന്. അമ്മ പറഞ്ഞു, മേലാൽ ഇനി നീ ശയനപ്രദക്ഷിണം അവനെ കൊണ്ട് ജയിക്കണം എന്ന് വിചാരിച്ചാൽ, കാരണം നിന്നെ കൊണ്ട് ജയിക്കാൻ പറ്റില്ല അവന്. അവൻ എന്നെ കൊണ്ട് ജയിക്കുകയാണ്, ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അച്ഛൻ എന്താ പ്രാർത്ഥിക്കുക? നീ 90% മാർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുമോ, കുറയണമെന്ന് പ്രാർത്ഥിക്കുമോ? കാരണം 90% കിട്ടിയാൽ അച്ഛൻ എന്ത് ചെയ്യേണ്ടി വരും? ശയനപ്രദക്ഷിണത്തിന് പോകേണ്ടി വരും. അപ്പോൾ ചില കുട്ടികൾ ഇന്നിപ്പം അതീവ ബുദ്ധിമാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ മാത്രമേ സ്മാർട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഗോപികമാര് എന്തായിരിക്കും പ്രാർത്ഥിക്കുക? അപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പൊതുവെ നമ്മുടെയൊക്കെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ദൈവം സഹായിക്കണം എന്നതാണ്, അല്ലേ? ആണോ? പൊതുവെ അങ്ങനെയല്ലേ? കല്യാണം നടക്കാത്ത ഒരാൾക്ക് കല്യാണം നടക്കണം, കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവണം, കുഞ്ഞുങ്ങളായവർക്ക് 2 എങ്ങനെയെങ്കിലും ഒത്തു കിട്ടണം. 2 ആയിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊന്ന് നല്ല മിടുക്കന്മാരാവണം, ബുദ്ധിമാന്മാരാവണം. ആണോ? അതിൻ്റെ ഇടയ്ക്ക് ഭർത്താവിന് നല്ലൊരു ജോലി വേണം, കാരണം ഇതിനൊക്കെ കൂടെയുള്ള ചിലവ് പോരാ. പിന്നെ അതും കഴിഞ്ഞാൽ വീട് നല്ലത് വേണം, കാരണം മക്കൾ 2 ആയപ്പം ഇവറ്റകളെ 2 പേരും ഒരുമിച്ചിടാൻ പറ്റില്ല. ഒരൊറ്റ മൊബൈലും 2 മക്കളും ആയി കഴിഞ്ഞാൽ ആ വീട്ടിൽ ശാന്തി, സമാധാനം, സ്വൈരം, സ്വസ്ഥത. അപ്പം അങ്ങനെ ഒരു പ്രശ്നം. അപ്പം 2 മുറി ഉണ്ടെങ്കിൽ 2 മുറിയിലും തോണ്ടിക്കോളുമല്ലോ. അങ്ങനെ മക്കളെയൊക്കെ പഠിപ്പിച്ച് കുറേ കഴിഞ്ഞാലാണ് ഒരു ബോധം വരുന്നത്, ഇതൊന്നും ആയിരുന്നില്ല ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും. ഇതൊക്കെ ഉണ്ടായാലും കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം പോകുന്നത്. ആണോ? എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ജീവിതം പോവുക എന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട്? കുറേ പേർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായിട്ടും കാര്യമില്ല. അപ്പോൾ അവരങ്ങനെ ജീവിക്കുക. ഇവിടെ മനസ്സിലായി, ഗോപികമാര് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടുന്ന വരം. ഇത് ഞാൻ വായിക്കുന്നത് ഞാൻ അതിനു മുമ്പ് കുചേലചരിതം പറയാനുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പറയാം. ഇതിൻ്റെ പുറകോട്ട് നമുക്ക് വരണം. 82-ാം അധ്യായമാണ്. 80ഉം 81 കുചേലചരിതം. അപ്പോൾ ഇത് ആദ്യമേ പറയാം, കാരണം കുചേലൻ്റെ കഥയോട് വരുമ്പം ഞാൻ ആ കഥ വിസ്തരിച്ചു പറയാം. പോരെ? നമുക്ക് കുചേലൻ്റെ ആ ഭാഗം ഇന്നുള്ളത് കൊണ്ട് അതായിരിക്കും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വന്നിട്ടുണ്ടാകും. അപ്പം ഇപ്പം നമ്മൾ 82-ാം അധ്യായത്തിലേക്ക് എത്തി. കുചേലചരിതം പറയുന്നത് 80ഉം 81-ലും. അവിടെ നിങ്ങൾക്ക് അവസാനത്തെ വരികളിൽ കാണാം ഗോപികമാർ ചൊല്ലുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു മന്ത്രം. എന്താ പറയുന്നത്? ആഹുശ്ചതേ നളിനനാപപതാരവിന്ദം നാമജപം എന്നും മനസ്സിനും ജീവിതത്തിനും ആത്മവിശ്വാസം തരുന്നു. ജപിക്കാം വിഷ്ണു സഹസ്രനാമം. എല്ലാ ദിവസവും രാവിലെ 5:35 കാണൂ നമ്മുടെ സ്വന്തം PV TV.
ഓർക്കുക, രാവിലെ 5:35 വിഷ്ണു സഹസ്രനാമം. അത് നിരന്തരം സാധന ചെയ്യുന്നവർക്ക് നിരന്തരമായ അങ്ങയുടെ നാമസ്മരണ സാധ്യമാകാറുണ്ട്. അനസ്യൂതം അങ്ങയുടെ നാമസ്മരണ അവർക്ക് സാധിക്കും. യോഗേശ്വരേ ഹൃദി. എവിടെയാണ് അവർ ഭഗവാനെ കാണുന്നത്? എവിടെ കാണുന്നത്? ഹൃദി വിചിന്യമഗാധബോധേ. അഗാധബോധത്തിൽ അവർക്ക് നാമത്തിൽ മുഴുകാൻ പറ്റാറുണ്ട്. എന്നാൽ ഞങ്ങളൊക്കെ എവിടെയാണ്? സംസാരകൂപപതിതം. ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങളിൽ, പ്രയാസങ്ങളിൽ, വിഷമങ്ങളിൽ, അപ്സ് ആൻഡ് ഡൗൺസിൽ ഞങ്ങളിങ്ങനെ താളം തെറ്റുന്നവരാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ഏക അവലംബനം, അവിടുത്തെ നാമം മാത്രമാണൊരു ശക്തി എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. സദാ മനസ്സി ഉദിയാൽ ആ നാമം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാൻ അനുഗ്രഹം തന്നാൽ മതി. എന്താണ്? നാമം എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നാൽ മതി. എന്താ വേണ്ടത്? ആ കഥലിട്ടോളൂ. നീ അവർ ചിലപ്പോൾ നേദിച്ചിട്ട് തന്നെ പുറത്തേക്ക് വരും ചിലപ്പം. ഓ, എന്താ പറഞ്ഞത്? എപ്പോഴും മനസ്സി ഉദിയാൽ സദാന്ന. അവിടുത്തെ നാമം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ തോന്നണം. കാരണം ആ നാമം മാത്രമാണ് ഞങ്ങളുടെ ജീവിതത്തിലൊരു ദുഃഖങ്ങളെയും വേദനകളെയും നേരിടാനുള്ളൊരു അവലംബം. കൃഷ്ണനോട് സംസാര ദുഃഖം തീർക്കണമെന്ന് പറയുന്നില്ല, ദുരിതങ്ങൾ മാറ്റിത്തരണമെന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്തേ പറയുള്ളൂ? എപ്പോഴും മനസ്സിൽ അവിടുത്തെ നാമം ഉദിയാത്തെന്ന് പറഞ്ഞാൽ ഉദിക്കട്ടെ. സദാ എപ്പോഴും എന്നല്ലേ സദാ എന്ന് പറഞ്ഞാൽ? ആണോ? മനസ്സിലെപ്പോഴും അവിടുത്തെ നാമം ഉദിക്കട്ടെ. ഇത് സൈക്കോളജിക്കലി നമ്മൾ അനലൈസ് ചെയ്താൽ, ഇന്ന് മോസ്റ്റ് മോഡേൺ സൈക്കോളജിയുടെ കാലമാണല്ലോ. നോക്കൂ, നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും, നമ്മുടെ ദുഃഖങ്ങളൊക്കെ, വിഷമങ്ങളൊക്കെ നമ്മുടെ ചിന്തകളാണ് വാസ്തവത്തിൽ. നിങ്ങൾ സ്വൈരമായിട്ടിരുന്ന് ചിന്തിച്ചു, നല്ല ഉറക്കത്തിൽ വല്ല ദുഃഖങ്ങളും ഉണ്ടാവും? ഉറക്കെ പറയൂ, ഇല്ല. ഒരു ദിവസം മരിക്കുകയും വേണം, ഉണ്ടോ? പറയൂ. ഇതെല്ലാം നേരെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മരിച്ചിട്ട് പോവാന്നുള്ളത്? തോന്നുന്നുണ്ടോ? അപ്പം ഇതൊക്കെ നാളെ നേരെയാവും എന്ന് സ്വപ്നം കണ്ട് ജീവിക്കണോ? നേരെയാവുന്ന നേരെയാവട്ടെ, നേരെയാവേണ്ടത് നേരെയാവട്ടെ. നമ്മൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കുക ഒരു വശത്ത്. പക്ഷെ അതേ സമയം ആ കുട്ടികളെന്ന് അങ്ങോട്ട് സൈഡിലേക്ക് മാറ്റും. കാരണം മൈക്കിൻ്റെ അടുത്തെന്ന് പറയുമ്പോഴേ കുട്ടികളെ അങ്ങോട്ട് മാറ്റിയാൽ മതി, അപ്പുറത്തേക്ക് ആ സ്റ്റേജിലേക്ക് മാറ്റിയാൽ മതി. അവർ സംസാരിച്ചോട്ടെ, വിരോധമില്ല. പക്ഷെ നേരെ മുന്നിൽ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവരൊക്കെ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്താ പറഞ്ഞത്? ഈ മനസ്സിൽ നോക്കൂ, നിങ്ങൾ നാമസ്മരണാദി സംസ്കാരങ്ങൾ ഉണ്ടാകുമ്പോൾ ദുഃഖങ്ങളെ മറികടക്കാനുള്ള പരിഹാരങ്ങളൊക്കെ തെളിഞ്ഞു വരും. അത് സത്യമാണത്. അത് ചിലവർക്കുണ്ടല്ലോ വിഷമങ്ങൾ തന്നെ കാണും. ചിലവർക്ക് അതിനെ പരിഹരിക്കാനുള്ളൊരു പറയൂ പരിഹാരങ്ങൾ. ഈ നാമം സ്മരിച്ച പരിഹാരങ്ങളെ നമുക്ക് കണ്ടെത്താം. അത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർക്ക് ആ ശീലമില്ല. അതുകൊണ്ടാണ് എനിക്ക് ആവർത്തിച്ച് നിങ്ങളോട് പറയാനുള്ള, കുട്ടികളെ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും ഒക്കെ ശീലിപ്പിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. ഏതൊരു പ്രശ്നമുണ്ടോ അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ നോക്കൂ, സന്താനം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഉദാഹരണം എടുക്കുക. സന്താനമില്ലാത്ത ദുഃഖം പണ്ട് രാമായണത്തിൽ ദശരഥനും ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊരു പരിഹാരം പുത്രകാമേഷ്ടി ഉണ്ടായിരുന്നോ? ഇനി നമ്മൾ വായിക്കുന്ന ഈ ഭാഗവതം എല്ലാം മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ മഹാഭാരതത്തിന്റെ വംശം തന്നെ അന്യം നിന്നപ്പോൾ വ്യാസരെ കൊണ്ട് പുത്രരെ ഉണ്ടാക്കി. ആണോ? അവരുടെ കുലത്തിലുള്ള ആളല്ലല്ലോ വ്യാസര്. ആണോ?
വേറൊരാളെ കൊണ്ടാണ് പുത്രനെ ഉണ്ടാക്കിയത്. സത്യവതി ദേവിയുടെ പുത്രനാണ് എന്നുള്ളൊരു കണക്ഷൻ ഉണ്ട്. ആണോ? പറയൂ. ഇനി അത് കഴിഞ്ഞ് കുന്തി ദേവിക്ക് പുത്രഭാഗ്യം, പാണ്ഡുവിന് പുത്രഭാഗ്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണല്ലോ ഓരോരുത്തരെയും വിളിച്ചു വരുത്തി അതിൽ നിന്ന് പുത്രഭാഗ്യം ഉണ്ടായത്. ആണോ? അപ്പൊ ഇവർക്കൊക്കെ പല പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടായിരുന്നു. പക്ഷെ അവർക്കതിനെല്ലാം പരിഹാരവും ഉണ്ടായിരുന്നു. അപ്പൊ പ്രശ്നം ഇല്ലാത്തവരായി അന്നുമില്ലേ എന്നുമില്ല. ഇനിയിപ്പോ ദുര്യോധനൻ ട്രാപ്പ് ചെയ്യാൻ നോക്കി പാണ്ഡവരെ അരക്കിലുണ്ടാക്കി. അപ്പോഴേക്കും വിതുരര് അതിന് പുറത്ത് കടക്കാനുള്ള വഴി ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് പറയൂ ഒരു പരിഹാരം. പക്ഷേ ഈ പ്രശ്നം ചിന്തിച്ച് ചിന്തിച്ച് ജീവിക്കുന്നവർ എന്ത് കാണില്ല? പരിഹാരം കാണില്ല. അതാണ് ചെറുപ്പത്തിലെ കുട്ടികളെ ഏതിലേക്ക് കൊണ്ടുവരണം? നിങ്ങൾ അവരുടെ മുന്നിൽ പ്രശ്നം പറയുന്നവരായി ഒരിക്കലും മാറരുത്. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ പോവും. അതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ട്. അതെങ്ങനെ, എപ്പോൾ, എവിടെ, ഏത് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഗോപികമാരെ പറയുന്നത്. ഞങ്ങളുടെ മനസ്സെപ്പോഴും നാമസ്മരണത്തിൽ നിർത്താൻ അതിന് ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടായാൽ മതി. ഗോപികമാർ കൃഷ്ണനോട് ചോദിച്ച വരമല്ലേ സർവശ്രേഷ്ഠമായ വരം? ആണോ? അതല്ല കൃഷ്ണനോട് വല്ലതും ചോദിച്ചു വാങ്ങി അവിടം കൊണ്ട് ജീവിതം തീർന്നോ കാര്യങ്ങൾ? നാമസ്മരണ പ്രായമായാലും കൂടെ ഉണ്ടാവും. വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടേ പറ്റുള്ളൂ. ആണോ? ഒറ്റപ്പെടൽ നേരിട്ടേ പറ്റുള്ളൂ. ആണോ? ഇങ്ങനെ പലതും നമുക്ക് നേരിടാനുണ്ട്. പക്ഷെ അന്നും കൂടെ ആരുണ്ടാവും? ഉറക്കെ പറയൂ. ഭഗവാൻ ഏത് രൂപത്തിൽ? നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഭഗവാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാൻ ഏത് രൂപത്തിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ? നാമരൂപത്തിലേക്ക് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഭഗവാനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. നമ്മൾ ഭഗവാൻ കൂടെ ഉണ്ടാവുന്ന അമ്പലത്തിൽ പോയി തൊഴുതാൽ ഭഗവാൻ കൂടെ ഉണ്ടാവില്ല. നാമം കൂടെ ഉണ്ടാവും. ഏത്? ഉറക്കെ പറയൂ. നാമം കൂടെ ഉണ്ടാവും. അത് ഉറപ്പാണ്. നിങ്ങൾ അങ്ങനെ ശീലിച്ച് കൊണ്ടുവരണം. അപ്പം അതിനാണ് ചൊല്ലാൻ ഏതെങ്കിലും ഒരു മന്ത്രം എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിന് ജപമാലയ്ക്കെടുത്ത് കുട്ടികളെ ഏതെങ്കിലും ഒരു നാമം ഡെയിലി 108 പ്രാവശ്യം ജപിക്കണം. ഏതെങ്കിലും ഒരു നാമം. എല്ലാ മന്ത്രങ്ങളും പിന്നെ ചൊല്ലിക്കൊള്ളൂ. പക്ഷെ ഒരു നാമം അത് അനുഷ്ഠാന മന്ത്രമായി കൊണ്ടു നടക്കണം. അത് ശീലിച്ചു കഴിഞ്ഞാൽ ഉണ്ണുന്നതിന് മുമ്പും ഒരു 10-11 പ്രാവശ്യം അത് ചൊല്ലി, കിടക്കുന്നതിന് മുമ്പ് ഒരു 10-11 പ്രാവശ്യം ചൊല്ലി, എണീറ്റ് കഴിഞ്ഞാൽ അതൊരു 10-11 പ്രാവശ്യം ചൊല്ലി, അങ്ങനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു 10-11 പ്രാവശ്യം ചൊല്ലി. അപ്പം മന്ത്രം പറയൂ, അവർക്ക് പറയൂ, കൂടെയുണ്ട്. അപ്പൊ കിടക്കുന്ന സമയത്തും കുട്ടികളോട് പറയണം, ആ നാമം ചൊല്ലിയിട്ടാണോ കിടക്കുന്നത്? ഉണർന്നു കഴിഞ്ഞാലും ചോദിക്കണം, ആ നാമം ചൊല്ലിയിട്ടാണോ എണീറ്റത്? മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുമ്പോഴും ഉള്ളിൽ ചൊല്ലിയാൽ മതി, പുറത്ത് ചൊല്ലണമെന്നില്ല. ചൊല്ലിയിട്ടാണോ കഴിക്കുന്നത്? അതിങ്ങനെ ഒരു ശീലം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു സന്തത സഹചാരിയായി കൂട്ടായി ആരുണ്ടാവും? അത് ആദ്യം ആര് പ്രാക്ടീസ് ചെയ്യണം? മുന്നിലുള്ള 2 പ്രാക്ടീസ് ചെയ്യണം. അതാര്? അത് നിങ്ങൾ തീരുമാനിക്കണം ആരാന്ന്. മനസ്സിലായില്ലേ? മുന്നിൽ നടക്കുന്ന ഗോവിൻ്റെ പിന്നിലല്ലേ അതിന് പശുക്കുട്ടികൾ നടക്കുന്നു. അപ്പൊ മുന്നിലെ പശുക്കൾ ഇത് പ്രാക്ടീസ് ചെയ്താലേ പറയൂ, പിന്നിലുള്ള പശുക്കുട്ടികൾ പ്രാക്ടീസ് ചെയ്യലോ. നമുക്കേ ആ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ താഴെയുള്ളതിനും അതുണ്ടാവില്ല. അപ്പൊ നമ്മളത് ശീലിക്കണം. അപ്പൊ ഏത് അമ്പലത്തിൽ പോയാലും ആ ശ്രീകോവിലിന്റെ മുന്നിൽ അതൊക്കെ ജപിച്ചും ഓങ്കാരം ജപിച്ചും കുട്ടികളെ നിരന്തരം ഏതിലേക്ക് കൊണ്ടുവരണം? നാമത്തിലേക്ക്. നോക്കൂ, നിങ്ങൾ നാമത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സയൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ സൈക്കോളജിക്കലാണ്. അതാണ് ഋഷി പറഞ്ഞത്, ആദിയിൽ നിന്നാണ് ഏതുണ്ടാവുക? വ്യാധി ഉണ്ടാവുക. അപ്പം ആദി പരിഹരിക്കാൻ ഇത് തന്നെയാണ് പരിഹാരം. അപ്പം നമ്മുടെ പൂർവികരത് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ഈ നാമത്തിനെ ദുഃഖൌഷധം. നിങ്ങൾക്ക് അറിയോന്നറിയില്ലേ? ഈ കുട്ടികളൊക്കെ BA MS, നിങ്ങൾക്ക് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ഇവിടെ അടുത്താണല്ലോ.
ഈ BAMS പഠിക്കുന്ന കുട്ടികൾ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ചരക സംഹിത. ഭാരതത്തിലെ ആദ്യത്തെ ആയുർവേദ ആചാര്യനായിരുന്നു ആര്? ചരകൻ. പിന്നെ ഈ സർജറി ചെയ്ത ആചാര്യനായിരുന്നു ശുശ്രുതൻ. ആരാണ്? ശുശ്രുതൻ. അപ്പൊ ഇപ്പൊ ശുശ്രുതന്റെ പേരാണ് മെഡിക്കൽ സയൻസിലേക്ക് നമ്മുടെ ഭാരത സർക്കാർ കൊണ്ടുവന്നത്. അതിനിവിടുത്തെ കുറേ മെഡിക്കൽ ഡോക്ടേഴ്സൊക്കെ എതിർത്തു. കാരണം അവർ ഈ വിദേശത്തിൻ്റെ വേണമെന്നുള്ളതാണ്, വിദേശ സംസ്കാരം വേണം. വിദേശത്തിപ്പം ഓസ്ട്രേലിയയിലൊക്കെ അവർ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൊക്കെ വെക്കുന്നത് അവരുടെ അലോപ്പതി ആചാര്യനല്ല, വെക്കുന്നത് ശുശ്രുതനെയൊക്കെയാണ്. ഭാരത സംസ്കാരം അവർ ഉൾക്കൊള്ളുമ്പോൾ ഇവിടുത്തെ കുറേ യൂസ്ലെസ് ഡോക്ടർമാർ അവർ ഈ പാശ്ചാത്യരെ വേണമെന്ന് സെൻട്രൽ ഗവൺമെൻറ് പോയി പണി നോക്കാൻ പറഞ്ഞു. വേണമെങ്കിൽ നിന്നാൽ മതി മെഡിക്കൽ പ്രൊഫഷനിൽ. ഇത് ഭാരതമാണ്, ഇത് ഭാരത സംസ്കൃതിയുടെ നാടാണ്. ആര് വേണമെന്ന് നിങ്ങളല്ല തീരുമാനിക്കുക. അങ്ങോട്ട് കൊടുത്തു. ഇവരുടെ മെഡിക്കൽ ബോർഡുകളൊക്കെ ആദ്യം പ്രൊട്ടസ്റ്റ് ചെയ്തു. പിന്നെ വേണമെങ്കിൽ നിന്നാ മതി എന്ന് കേട്ടപ്പം കുഴപ്പമൊന്നുമില്ല, അതും ആവാനായി. ഇപ്പം അതും ആവാനായി. കാരണം അല്ലെങ്കിൽ ജോലി പോവും അവർക്ക്. അവരുടെ ഗ്രാജുവേഷൻ അവരെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ഡോക്ടറേറ്റ് എന്ത് കാര്യം? മനസ്സിലായില്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ഒരു അഹങ്കാരം ഇത്രയും കാലം നിലനിന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിന്റെ ലോകത്തിൽ നിന്നതാണ്. അപ്പൊ ഇത് ഭാരത സംസ്കൃതിയുടെ മഹത്വം ഞാൻ പറഞ്ഞു വരുന്നത്. ചരകൻ എന്ന് പറയുന്ന ഋഷി നോക്കണം, ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇത് വന്നിട്ടില്ല. അദ്ദേഹം വ്യാധികൾക്കുള്ള മരുന്ന് എഴുതിയിട്ട് പറയുകയാണ്, വ്യാധി കുറയണമെങ്കിൽ ആദി കുറയണം എന്നാണ്. വ്യാധി കുറയണമെങ്കിൽ ആദിക്കുള്ള ഒരു മരുന്ന് അദ്ദേഹം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന എന്താ അറിയോ? വിഷ്ണു സഹസ്രനാമേന സർവാൻ രോഗാൻ വിഭോഗ്യതി എന്നാണ്. ഇതേതെങ്കിലും ആയുർവേദ കോളേജിൽ പഠിപ്പിക്കുമോ? വിഷ്ണു സഹസ്രനാമം ചൊല്ലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കൂ, അത്രയും വലിയൊരു ആചാര്യൻ അത് പറയണമെന്നുണ്ടെങ്കിൽ ആ മന്ത്രത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടല്ലേ പറയുക. എത്ര അധികം വ്യാധികളെ, അതും സബ്ജക്റ്റ് വൈസ് അദ്ദേഹം അതിനെ ഡിവൈഡ് ചെയ്തപ്പോൾ നോക്കൂ, നമ്മൾ കണ്ണിന് തന്നെ എന്തൊക്കെ രോഗങ്ങൾ, ഓരോ അവയവത്തിന് എന്താ, ഇതൊക്കെ നിങ്ങൾക്ക് ചരക സംഹിതയിൽ കാണാൻ സാധിക്കും. മന്ത്രങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയിരിക്കണം. അത് ഏത് കാലത്ത് റിസർച്ച് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇല്ലാത്ത കാലത്ത്, ഇവർക്കൊന്നും റിസർച്ച് സെന്ററുകളില്ല, ഇവിടെ ലോകത്തിന് മെഡിസിൻ എന്ന വാക്ക് തന്നെ അറിയാത്ത കാലത്ത്. അപ്പം അങ്ങനെ ഉള്ളൊരു സംസ്കൃതി. വിഷ്ണു സഹസ്രനാമേന സർവാൻ രോഗാൻ വിഭോഗ്യതി. മനസ്സിലാവുണ്ടോ? അപ്പൊ വിഷ്ണു സഹസ്രം പഠിപ്പിക്കണ്ടേ കുട്ടികളെ? വേണോ വേണ്ടയോ? ഇത് നമുക്കാരും പറഞ്ഞു തന്നില്ല. ചെറുപ്പത്തിലെ ഇതൊക്കെ വായിക്കേണ്ടതായിരുന്നു, പഠിക്കേണ്ടതായിരുന്നു, ചൊല്ലേണ്ടതായിരുന്നു എന്ന് പലരും മനസ്സിലാക്കുന്ന വളരെ പ്രായമായിട്ടാണ്. ആണോ അല്ലയോ? കാരണം ആരും, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടണ്ടേ? വേണമെന്നുണ്ടോ? നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാണോ? എത്ര പേര് തയ്യാറാണ്? നമ്മുടെ ജനറേഷനെ രക്ഷപ്പെടുത്തണം. ഒരു തലമുറ നോക്കൂ, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽ എത്ര ചെറുപ്പക്കാരാണ് ഈ അവരുടെ മുസ്ലിയാമാരായിട്ടും അറബി പഠിപ്പിക്കാൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കാൻ പോകുന്നത് അല്ലേ? നമ്മുടെ ചെറുപ്പക്കാരെ ഏറ്റെടുക്കൂ. അപ്പം അവർ വ്യവസ്ഥകളുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാനും സംവിധാനം, സർക്കാർ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. നോക്കൂ, മതേതര രാജ്യത്തിൽ മതം പഠിപ്പിക്കാൻ സർക്കാർ പോലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. നമ്മളെങ്ങാനൊരു വിഷ്ണു സഹസ്രനാമം ചെല്ലാൻ പോയാൽ അപ്പം ഇവിടെ വർഗീയവും എല്ലാം കുത്തിപ്പൊക്കി, ബ്രാഹ്മണ്യവും ഇത് ബ്രഹ്മണിക്കൽ എൽച്ചിമണി എന്നൊക്കെ പറഞ്ഞ് പൊക്കി വരും. പക്ഷെ പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനുള്ള ഗട്സ് വേണം. കാരണം ഈ കുറ്റം പറയുന്നവരുടെ ലക്ഷ്യം ഇത് നശിപ്പിക്കലാണ്. അതെപ്പോഴും ഓർക്കണം. കുറ്റം പറയുന്നവരൊരിക്കലും ഈ സിസ്റ്റം നന്നായി കാണാൻ അവർക്ക് പറയൂ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിതിനെ വിട്ടുകൊടുക്കരുത്, ആടിച്ച് മുന്നോട്ട് പോകുക തന്നെ വേണം. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിപ്പോൾ പറയുന്ന സപ്താഹത്തിൽ പലർക്കും യോജിപ്പുണ്ടാവില്ല. കാരണം ക്ഷേത്രത്തിൽ പോകുന്ന രീതിയെ ഞാൻ കൃത്യമായി പരിഹസിക്കുന്നുണ്ട്, നല്ലവണ്ണം ഞാൻ വളരെയധികം വിമർശിക്കുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ നിങ്ങൾ. പക്ഷെ ഐ ഡോണ്ട് കെയർ ദാറ്റ്. കാരണം എന്താണോ ശാസ്ത്രത്തിൽ എഴുതി വെച്ചത് അത് പറയാൻ ബാധ്യസ്ഥനാണ്. ആണോ അത് പറഞ്ഞു കൊടുത്തല്ലേ പറ്റുള്ളൂ. അതാണ് എൻ്റെ ഉത്തരവാദിത്വം. അല്ലെങ്കിൽ ഞാൻ ഈ പുസ്തകം തുടരുത്. അപ്പൊ പുസ്തകത്തിൽ എന്താണോ ഋഷിവര്യന്മാർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് സർവശാസ്ത്ര വിശാരദ.
വേദവ്യാസ ഋഷി തൻ്റെ പുത്രനെ എഴുതിയിരിക്കുന്ന സർവശാസ്ത്രം, ശാസ്ത്രത്തിൽ വിശാരദനാണ്. ശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കുക. മനസ്സിലാവുണ്ടല്ലോ? പല ആചാര്യന്മാരും പറയുന്ന ഭാഗവതം അവർ കഥയിലൂന്നി പറഞ്ഞു പോവുകയാണ്. അവരതിൻ്റെ താത്വിക വശം കാണാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് പലരും ഈ കഥയുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് ആവർത്തിച്ചു പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ ഇനി സപ്താഹം കേൾക്കുമ്പോൾ നിങ്ങൾ ആചാര്യന്മാരോട് പറയണം, എന്ത്? ഞങ്ങൾക്കതിലെ സാരം സാരം സമൃദ്ധതം, ഞങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? ആ കഥയുടെ ഉറക്കെ പറയൂ, സാരം കിട്ടണം, അതിൻ്റെ ഉള്ളടക്കം കിട്ടണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നിൽക്കട്ടെ. അപ്പൊ ഗോപികമാരുടെ ആ ഒരു പ്രാർത്ഥന എന്തായിരുന്നു? മനസ്സിലെപ്പോഴും നാമം സ്മരിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവണം. ഇതല്ലേ നമ്മളും പറയേണ്ടത്? രാമായണത്തിൽ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് പറയുന്നതും ഇതാണ്. നമ്മൾ ഓർമ്മിപ്പിച്ചു ഒരിക്കലും, അല്ലേ? രാമജപസ്മരണശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ, മറ്റു വരം മമ വേണ്ടതയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയുണ്ടാകവേണം. എനിക്ക് രാമജപസ്മരണങ്ങളിൽ എൻ്റെ മനസ്സ് ദൃഢമാവണം. ഇതിൽ പരം ഒരു അനുഗ്രഹം എനിക്ക് വേണ്ട. അപ്പൊ അതാണ് ആ നാമജപത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. പൂന്താനം തുടക്കം അത് തന്നെയാ പറയുന്നത്. ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം പടു തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, നാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ. നമ്മൾ ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? ഇത് സത്യം പറയും, സത്യസന്ധമായി പറയും. ആരെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ? എന്ത് നിങ്ങൾ സ്റ്റില്ലായി പോയത്? അനുസരിച്ചിട്ടുണ്ടോ? എന്ത് നിങ്ങൾ മിണ്ടാട്ടം നിന്നുപോയത്? എത്ര കാലമായി കേൾക്കാൻ തുടങ്ങിയിട്ട്? കാരണം അതിൻ്റെ, നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇതിൻ്റെ മഹത്വമൊന്നും നമുക്കാർക്കും അറിയില്ല. നമ്മൾ ഈ തൊഴുതുപോകൽ ആ പ്രക്രിയ പ്രസ്ഥാനത്തിൽപ്പെട്ടു. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പേരാണ് തൊഴുതുപോകൽ പ്രസ്ഥാനം. അതാണ് നമ്മുടെ പ്രസ്ഥാനം. അത് പോലെയാണ് ഇപ്പം എല്ലാവരും പോണത്. നേതാവ് മുന്നിൽ കുടിപിടിച്ച് ബാക്കി അണികൾ പിന്നിൽ, അതുപോലെ അച്ഛനും അമ്മയും മുന്നിൽ നടക്കും, ബാക്കി അണികൾ പിന്നിൽ. അതാണ് നമ്മുടെ പ്രസ്ഥാനം. ഈ തരത്തിലുള്ള ഭക്തിയെ കൊണ്ട് നടന്നു. എന്നാൽ അച്ഛനും അമ്മയും വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിരുന്ന മക്കളും ഇരുന്ന് ചൊല്ലുമായിരുന്നു. അച്ഛനോ അമ്മയോ വൈകുന്നേരം ലളിതാ സഹസ്രം ചൊല്ലിയിരുന്ന മക്കളും ഇരുന്ന് ചൊല്ലുമായിരുന്നു. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നീളെ? ഇനി അവർ ചൊല്ലി അവർ രക്ഷപ്പെടും. ചിലപ്പോൾ നിങ്ങൾ നേരെയായിന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. നിങ്ങൾ ആ ചൊല്ലിയുടെ തന്നെ നിൽക്കുകയും ചെയ്യും. അവർ കുറച്ചും കൂടി ഡീപ്പായിട്ട് എവിടെയെങ്കിലൊക്കെ സത്സംഗം ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി പോവുകയും ചെയ്യും. പോട്ടെ. അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നീട് ഭഗവാനെ കാണാൻ വേണ്ടി ഒരുപാട് മഹർഷിവര്യന്മാർ വന്നു. ആ മഹർഷിവര്യന്മാരോട് ശ്രദ്ധിക്കണം. ഇനി പറയുന്നതൊക്കെ അത്ര ഗംഭീരാണ്. നിങ്ങൾക്ക് ഇത്തിരി ഫിലോസഫി താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡീപ്പായിട്ട് പോകുള്ളൂ വിഷയത്തിലേക്ക്. കാരണം ഇത് വളരെ ഒരു ചിന്തനീയമായ പാഠങ്ങളാണ്. അപ്പം ഇവിടെ കൃഷ്ണനോട് വേദവ്യാസ മഹർഷിക്ക് കൃഷ്ണൻ കാണാൻ വന്നിരിക്കുകയാണ്. അവിടെ അവർ കൃഷ്ണനെ കൈകൂപ്പുന്നു. കൃഷ്ണൻ അവരെയൊക്കെ നമസ്കരിക്കുന്നു. ഇത് 84-ാം അധ്യായത്തിലാണ്. അപ്പം അവിടെ കൃഷ്ണൻ പറയുകയാണ്, ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം എന്താണ്? ഭാഗ്യം, ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭാഗ്യോദയേന ബഹുജന്മസമർജിതേന സൽസംഗമേ വലപഥേ പുരുഷോ യഥാ വൈ. ദുഷ്പ്രാപം യത് യോഗേശ്വര ദർശനം. എന്നിട്ട് പറയണേ, നഹീയമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാമയ തേ പുനന്തി ഒരു കാലേന ദർശന ദേവസാധവ. അതായത് ഒരാള് അമ്പലത്തിൽ കുളിച്ച് പോകുന്ന ഒരാളുണ്ട് വിചാരിക്കാം.
വേറൊരാൾ അമ്പലത്തിൽ പോയി നാമം ചൊല്ലുന്നു. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല, വീട്ടിലിരുന്ന് നാമം ചൊല്ലും. ഇതിലാരുടെ ഭക്തിയാണ് സർവശ്രേഷ്ഠം? ഡെയിലി കുളിച്ചു തൊഴുതു പോകുന്ന ഒരാളുടെ ഭക്തി ആയിരിക്കുമോ? ഇനി അമ്പലത്തിൽ പോയാലും നാമം ജപിച്ചു വീട്ടിലിരുന്നാലും ആ നാമജപത്തിന് മുടക്കം വരില്ല. ഇതിലാരുടെ ഭക്തിയായിരിക്കും സർവശ്രേഷ്ഠെന്ന് ഭഗവാൻ പറയുന്നു? നാമം ജപിച്ചു പോകുന്നവന്റെ ഭക്തിയാണ് സർവശ്രേഷ്ഠം. നഹി അമ്മയാനി തീർത്ഥാനി, എന്നും തൊഴുതു പോകുന്നവന്റെ ഭക്തിയല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ നാമം ചൊല്ലുന്നവന്റെ ഭക്തി കൊണ്ട് അവന്റെ മനസ്സിൽ ദൈവീകമായ ശക്തി ഉണരും. നോക്കൂ, ഇതൊരു സത്യത്തിൽ അപവാദം കൂടിയാണ് നമുക്ക്. എത്രയോ ആളുകൾ അമ്പലത്തിലൊക്കെ പോവും, അവസാനം ദുരിതവും കഷ്ടപ്പാടും അനുഭവിച്ച് അപ്പം മക്കളൊക്കെ ചോദിക്കും, ഈ മനുഷ്യൻ ഇത്രയും അമ്പലത്തിൽ പോയിട്ട് ദൈവം പോലും നോക്കിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിലരെ കുറിച്ചൊക്കെ കേൾക്കാറുണ്ട് അല്ലേ? ഇത്രയും കാലത്ത് അമ്പലത്തിലെ ശബരിമലയിൽ പോയിട്ടും കണ്ടില്ലേ അവസാനം കടന്നു മരിക്കേണ്ടി വന്നത്, അയ്യപ്പൻ പോലും നോക്കിയില്ല എന്നൊക്കെ കേട്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പൊ നോക്കൂ, അമ്പലത്തിൽ പോകുന്നത് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ദൈവം രക്ഷിക്കാനാണ്. അത് മാറ്റിയെടുക്കണം എന്നാണ്. അമ്പലത്തിൽ പോകുന്നത് ദൈവീകമായ ശക്തിയിലേക്ക് മനസ്സിനെ ഉയർത്താനാണ്. അതേത് വഴിക്കേ പറ്റുള്ളൂ? നാമജപം അല്ലാതെ വേറെ വഴിയില്ല. എപ്പോഴും ഭാഗവതത്തിൽ അവസാനത്തെ വരി ഓർക്കണം, നാമസങ്കീർത്തനം സർവദുഃഖ പ്രനാശനം. ഏതാണ്? നാമസങ്കീർത്തനം സർവദുഃഖ പ്രനാശനം. ഇപ്രകാരം ആ മഹാന്മാര് പറഞ്ഞപ്പോ അവരോട് ഭഗവാൻ പറയാണ്, ആ ശ്ലോകാണ് നമ്മൾ നേരത്തെ കണ്ടു. യസ്യാത്മബുദ്ധി ഗുണവേത്രിധാതുകേ സ്വദിക്കളത്രാദിഷുഭോ മയിച്യതി തീർത്ഥബുദ്ധി സലിലേന കർഗിജൽ ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. ഒരാളുടെ മനസ്സ് താൻ ഈ ശരീരമാണെന്ന ധാരണയിൽ തൻ്റെ ആരോഗ്യം നിലനിൽക്കണം, തൻ്റെ കുടുംബത്തിൻ്റെ ആരോഗ്യം നിലനിൽക്കണം, തൻ്റെ വീടും മക്കളും ഒക്കെ സൗകര്യം ഉണ്ടായി നിലനിൽക്കണം, ഈ ഭൗതികമായ സുഖം എന്നും അവർക്ക് പറയൂ നിലനിൽക്കണം എന്ന് പ്രാർത്ഥിക്കാനായി തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നവൻ, അല്പം പോലും നാമം ചൊല്ലാനും സമയമില്ല, സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും അവർക്ക് പറയൂ, അങ്ങനെ അവനവന്റെ ഈ സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി തൊഴുതു പോകുന്നവൻ സ ഏവ ഗോകര, അവനാണ് വലിയ കഴുത. ഭഗവാൻ അവനെ ഏത് കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്? സ ഏവ ഗോകര. ഗോകരം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ കഴുത എന്നാണ് അർത്ഥം. ഒരു കഴുതക്കുട്ടി കഴുതയോട് ചോദിച്ചു, അമ്മേ മനുഷ്യരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? പറഞ്ഞു, മോളെ നമ്മളും മനുഷ്യരും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താണ് കഴുതയും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം? ഞങ്ങളോടാ ചോദിച്ചത്. കഴുതയും മനുഷ്യരും തമ്മിൽ എന്താ വ്യത്യാസം? അതിന് വാലുണ്ടെന്നോ? മനുഷ്യൻ അതില്ലാന്നോ? പറഞ്ഞു, മോളെ നമ്മളും കഴുതയും തമ്മിൽ ഒറ്റ വ്യത്യാസമുള്ളൂ. എന്താ വ്യത്യാസം? മോളോട് പറഞ്ഞോ, നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല. മനസ്സിലായില്ല? എന്ത് മനസ്സിലായി? ഇപ്പോഴും ക്ലിക്ക് ചെയ്തില്ല, ലൈറ്റ് അടിച്ചില്ല. നമുക്കൊന്നും മനുഷ്യരാവാൻ പറ്റില്ല പറഞ്ഞാൽ മനുഷ്യർക്ക് എന്താവാൻ പറ്റുള്ളൂ? നോക്കൂ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിങ്ങളുടെ നടന്നു പോകുമ്പോൾ നമ്മൾ വെളുതെ വിളിച്ചു, കഴുത ആരാന്ന്? ഒരു കഴുത നടന്നു പോകുമ്പം ഈ മനുഷ്യൻ ആരാന്ന് ചോദിച്ചു നോക്കൂ. ഇന്നുവരെ കഴുതി തിരിഞ്ഞു നോക്കിയില്ല. കാരണം കഴുതയ്ക്ക് ഉറപ്പാ അത് കഴുതയാണെന്ന്. പക്ഷെ മനുഷ്യൻ ഉറപ്പില്ല ഞാൻ മനുഷ്യനാണെന്ന്. മനുഷ്യൻ അത്ര ഉറപ്പാണ്. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളുടെ മുഖത്ത് നോക്കി കഴുതാന്ന് വിളിച്ചാൽ ദേഷ്യം വരുമോ? വിഷമം വരുമോ? വരുമോ ഇല്ലയോ? എന്തുകൊണ്ട്? നിങ്ങൾ മനുഷ്യനാണെന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ കഴുതിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾക്ക് വിഷമം വരുന്നത്? പറയേണ്ടവന് എന്തു വേണേലും പറയാലോ. ആണോ ഇല്ലയോ? നിങ്ങൾക്ക് അത് നിങ്ങളാണെന്ന് എടുത്താലല്ലേ വിഷമമുള്ളൂ. ആണോ അല്ലയോ?
ഇപ്പം നിങ്ങൾ ഹിന്ദിയിൽ ഗതാഗത വിളിച്ചു കഴിഞ്ഞാൽ ഹിന്ദി അറിയാത്ത ഒരാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടുത്തെ ബംഗാളികൾ എന്തൊക്കെ നിങ്ങളെ ചീത്ത വിളിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ വല്ലതും ബാധിക്കുന്നുണ്ടോ? അത് ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? എന്തൊക്കെ ചീത്ത വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ബംഗാളികളൊക്കെ ജോലിക്ക് നിർത്തുമ്പോൾ സൂക്ഷിച്ചുകൊണ്ട് വെക്കണം. ഇപ്പൊ ഒരു വീട്ടിലിങ്ങനെ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടക്കുക, അപ്പൊ മുകളിലെ കോൺക്രീറ്റില്, അപ്പൊ താഴെ നിന്ന് ഒരുത്തം വിളിച്ചു, എടാ പുഷ്കര, എന്താ അവിടെ പണി നടക്കണത്? ഇത് പറയലും ബംഗാളി തള്ളിയിട്ടു എന്നാണ്. ആ പുഷ്കരെന്ന് പറഞ്ഞാൽ മേശരിയെ തള്ളിയിട്ടു. ഇവൻ കേൾക്കണ പുഷ്കറോ 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 എന്നാണ്. അവന്റെ ഭാഷയിൽ പുഷ് എന്ന് പറഞ്ഞാൽ തള്ളി പുറത്തേക്ക് ഇടാനാണ്. നോക്കൂ, നിങ്ങൾ അവിടെ സൂക്ഷിക്കണം, ഇവരെ പഠിച്ചു വെക്കുന്നു. നല്ല ഹിന്ദിക്കാരും ഉണ്ട് കേട്ടോ, ധാരാളം നല്ല ആൾക്കാരുണ്ട്. എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്, നല്ല പിള്ളേര്. അപ്പോ പറഞ്ഞു വരുന്ന ഇതാണ്, നമ്മള് അന്ധമായ ഭക്തി കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അവരൊക്കെ കഴുതകളാണ്. അപ്പൊ തൊഴുതു പോകുന്നത് കൃഷ്ണൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? നാമജപത്തിനാണ് കൃഷ്ണൻ ഏറെ പ്രാധാന്യം കൊടുത്തത്. ഗീതയിൽ 10-ാം അധ്യായത്തിൽ കൃഷ്ണൻ വളരെ വ്യക്തമായി പറയുന്നൊരു വാക്കുണ്ട്. യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ യജ്ഞം. ഗീതയിൽ 10:25 തോന്നുന്നു. യജ്ഞാനാം ജപയജ്ഞോസ്മി. ഗീതയിൽ 10-ാം അധ്യായത്തില് 25 എൻ്റെ ഓർമ്മ. കണ്ടു നിങ്ങൾ ആരെങ്കിലും? ഞാൻ പറഞ്ഞ കറക്റ്റാണോ? ആണോ? 25. യജ്ഞാനാം ജപയജ്ഞോസ്മി. യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ യജ്ഞം. ഉറക്കെ പറയൂ. അപ്പൊ നമ്മൾ അതനുസരിക്കണോ വേണ്ടയോ? വേണോ വേണ്ടയോ? വേണം. അപ്പൊ ശീലമാക്കണം ജപം. ഇപ്രകാരം അങ്ങനെ മഹാന്മാരോടൊക്കെ പറഞ്ഞ് അവര് ചർച്ചയൊക്കെ ചെയ്ത് അവർ പോയപ്പോൾ വസുദേവർക്കൊരു തോന്നല്. നോക്കണം, എന്താണ് വസുദേവരുടെ ഒരു അനുഭവം? ഈ മഹാന്മാരൊക്കെ വന്ന് കൃഷ്ണനെ കൈകൂപ്പുന്നു, കാലിൽ വന്ദിക്കുന്നു. ഞാനൊരു സാധാരണ മനുഷ്യനായിട്ട് ആ കൃഷ്ണന്റെ കാലൊന്ന് തൊടാൻ പോലും എൻ്റെ അഹങ്കാരം സമ്മതിക്കുന്നില്ലല്ലോ, കാരണം ഞാൻ അച്ഛനാണെന്നുള്ളൊരു തോന്നല്. എന്നാൽ നാളെ ഞാൻ കൃഷ്ണൻ വരുമ്പോൾ കൃഷ്ണന്റെ കാൽക്കൽ തൊട്ട് അനുഗ്രഹിക്കുമെന്ന് പറയും. അതും വസുദേവർക്ക് ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പം വസുദേവര് പിറ്റേ ദിവസം അങ്ങനെ തയ്യാറായിട്ടിരിക്കുക. എന്തിന്? കൃഷ്ണന്റെ കാലൊന്ന് പിടിച്ച് അനുഗ്രഹം മേടിക്കാൻ. കൃഷ്ണനാണെങ്കിൽ ഡെയിലി അച്ഛൻ്റെ അടുത്ത് വന്നിട്ട് പിതാജിയുടെ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കും. കൃഷ്ണൻ വന്നത് പിതാജി എന്നൊക്കെ ഒരു വിളിച്ചതും വസുദേവർക്ക് കാലൊന്നും പിടിക്കാൻ തോന്നില്ല. അപ്പോഴേക്കും ഞാൻ അച്ഛനാണെന്നുള്ളൊരു ഭാവം. പിന്നെ പറഞ്ഞു, കൃഷ്ണ, അവിടുന്ന് എൻ്റെ പുത്രന്റെ രൂപത്തിലിരിക്കുന്നെങ്കിലും അവിടുന്ന് പുത്രനല്ല, അവിടുന്ന് ഈ മഹാന്മാർക്കൊക്കെ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒരു മഹാഗുരു തന്നെയാണ്. കൃഷ്ണ, എൻ്റെ ജീവിതത്തിലും വലിയ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കും ചില ഉപദേശങ്ങൾ തരണം. സ്വന്തം അച്ഛനെ കൃഷ്ണൻ ഉപദേശിക്കുന്ന അധ്യായമാണ് 85-ാം അധ്യായം. അവിടെ 23-ാം 22, 23, 24, 25 ശ്ലോകങ്ങളിലൊക്കെ കൃഷ്ണന്റെ ഉപദേശമാണ്. അച്ഛനും കൃഷ്ണനും തമ്മിലുള്ള ഉപദേശം. അതിലാ 23. നിങ്ങളെല്ലാവരും ഭാഗവതമൊക്കെ മേടിക്കണം കേട്ടോ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുസ്തകം ഞാൻ വേറെ എൻ്റെ അനുഭവത്തിലില്ല. ഞാൻ ഈ ഭാഗവതം ഒന്ന് ഇങ്ങനെ ഇപ്പോഴും പഠിച്ചിട്ടില്ലേ മുഴുവൻ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ എറണാകുളത്ത് ഒരു ഡോക്ടറുടെ അവരുടെ ഒരു ഇതിനു വേണ്ടി ഒരു സപ്താഹം നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഡോക്ടർ ശ്രീദേവി അമ്മയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു ഫേമസ് ഡോക്ടർ. അപ്പോഴാണ് എറണാകുളം കരയോഗക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ, ഞാൻ അന്ന് എത്രയോ 2009 കാര്യമാണ് പറയുന്നത്. ഇപ്പം 2000 ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ ഓഡിറ്റോറിയം കംപ്ലീറ്റ് ബുക്ക് ചെയ്ത്. എറണാകുളം സിറ്റിയിൽ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5 ലക്ഷം രൂപയാണ് ഓഡിറ്റോറിയം. ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഒരു ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ 108 ദിവസത്തിൻ്റെ കാശ് എത്ര അവരുടെ വരുമാനം പോകുന്നത്. ഇത്രയും വലിയ എക്സ്പെൻസീവ്. പിന്നെ ക്യാമറ, ഇത്, അക്കോമഡേഷൻ, ഫുൾ 108 ദിവസം അക്കോമഡേഷൻ, ഇതൊക്കെ സൗകര്യങ്ങൾ ഒരുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭഗവാന്റെ നിയോഗമായിരിക്കും റെഡി. അപ്പോഴാണ് ഞാൻ ശരിക്കും ഭാഗവതം പഠിക്കുന്നത്.
ഒരു 60 ദിവസം വരെ ഞാൻ കഥകളോ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ നോക്കുമ്പോൾ വെറും ഞാൻ 6 or 7 സ്കന്ധത്തിലേ എത്തിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങോട്ട് ഇത്തിരി ഗൗരവത്തിലൊക്കെ പറയാനും പഠിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇത് 108 ഇത് 208 ദിവസം പറഞ്ഞാലും അത്ര ഡെപ്തുള്ളൊരു കൃതി. പിന്നെ പലരും എന്നോട് ചോദിക്കാറുണ്ട് ദേവി ഭാഗവതം എനിക്കതൊന്നും ഞാൻ റെഫർ ചെയ്യും, അതൊക്കെ അത് വേറെ കാര്യം. പക്ഷെ അതൊന്ന് എടുത്ത് സപ്താഹം നടത്താൻ തോന്നിയില്ല. അത് തോന്നാത്തതെന്ന് വെച്ചാൽ ഇത് തന്നെ അത്ര ഒരു രസം മതി എനിക്ക്. ഇതിൻ്റെ ഒരു രസം തന്നെ വളരെ ആസ്വാദനമാണ്. പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അത്രയൊരു രസവും സൗന്ദര്യവും ഉള്ള ഒരു പുസ്തകമാണ് ഏത്. പക്ഷെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകണം. അപ്പം നിൽക്കട്ടെ, ഇവിടെ അച്ഛൻ ചോദിക്കുകയാണ് എനിക്കെന്തുപദേശമാണ്. 23-ാം ശ്ലോകം നോക്കൂ നിങ്ങൾ. അഹം യൂയം അസൗവാര്യ ഇമേ ചദ്വാരകൗകസാം സർവേപ്യേവം യതുശ്രേഷ്ഠ. കാണുന്നുണ്ടോ? വിമർശചരാചരം. എനിക്കൊരു സംശയം, നിങ്ങൾക്ക് ആ ശ്ലോകം കിട്ടിയില്ല എന്ന്. ഞാൻ 85-ാം അധ്യായത്തിൽ കിട്ടിയോ? 23-ാം ശ്ലോകമാണ് പറയുന്നത്. അഹം യൂയം യതുശ്രേഷ്ഠ വിമർശസചരാചരം ആത്മാഹ്യേക നിത്യോന്യോ നിർഗുണേ. എന്താണ് നിർഗുണോ പര അല്ലേ? അതായത് അഹം യൂയം ഞാൻ, യൂയം അച്ഛൻ, ആര്യൻ ബലരാമസ്വാമി, ദ്വാരകാവാസികൾ എന്നത് മാത്രം നിർത്തിയില്ല. സർവേപി ഏവം. സർവേപി പറഞ്ഞാൽ സചരാചരം എന്ന് പറഞ്ഞാൽ, സർവേപി പറഞ്ഞാൽ സർവ ഏവ്യന്മാരെന്നാണോ? സർവ ആളുകളും എല്ലാവരും ആത്മാ ഏക. എല്ലാവരുടെ ഉള്ളിലും ഒരേ ആത്മശക്തിയാണ് ഇരിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിലും ഒരാത്മശക്തിയാണ്. എപ്പോഴും നിങ്ങളത് ഓർക്കേണ്ടത് ഇത്രയാണ്. ഒരു ഇലക്ട്രിക് ലൈനാണ് എന്ന് വിചാരിക്കുക. ആ ഇലക്ട്രിക് ലൈനിൽ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് ഏത് ബൾബ് ഇടണമെന്ന്. ആ ബൾബ് മാറ്റിയാൽ അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞപ്പോഴേക്കും ഇവിടെ ഈ ലൈറ്റ് വന്നു. ബൾബ് മാറ്റിയാൽ മതി. ആ ലൈറ്റ് ഒന്ന് കൂട്ടണം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇപ്പം ഇവിടെ ഈ ബൾബ് ഏതാണ്? മനസ്സാണ്. അപ്പം അതിനെ ഡിമ്മായി കത്തിക്കുന്നത് എന്താണ്? തമോ ഗുണവും. പറയൂ. അപ്പം അതിനെ മാറ്റാൻ നിരന്തരം നമ്മൾ പ്രയത്നിച്ചാൽ അതിൻ്റെ സത്വഗുണം കൂടുമ്പോൾ മനോബലം കൂടി വരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ദൈവീകത ഉള്ളിലുണ്ടെന്ന്. മനസ്സിലാവുണ്ടല്ലോ? അല്ലാതെ പുറത്തു നിന്നൊരു ദൈവം വന്ന് സഹായിക്കാൻ സാധ്യല്ല. അതായത് അച്ഛൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കേണ്ടത് ആര് തന്നെയാണ്? അച്ഛൻ തന്നെയാണ്. എന്തൊരു ഗംഭീരമായ ഒരു ടീച്ചിങ് ആണ് കൃഷ്ണൻ കൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ. ഇതാണ് മറ്റു മതങ്ങളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ മരണാനന്തര സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ശുപാർശയില്ല. ദൈവത്തിനെ പേടിക്കണ്ട. ദൈവം പിടിച്ചിട്ട് നിങ്ങളെ നരകത്തിൽ കൊണ്ടുപോയി എണ്ണയിലിട്ട് മുക്കില്ല. ഇവിടെ നിങ്ങളെ ഉപദ്രവിക്കുന്നതൊക്കെ നിങ്ങളുടെ മനസ്സ്. നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കുന്നതും പറയൂ മനസ്സാണ്. മനസ്സ് ദുർബലമായാൽ ജീവിതം തകർന്നു. മനസ്സ് ശക്തമാണെങ്കിൽ ജീവിതം രസമാണ്. ആണോ അല്ലയോ? മനസ്സിൽ ചിന്തകൾ ആദികൾ കൂടിയാൽ നിങ്ങൾക്ക് എന്ത് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. അതൊരു നരകമായി തീരും. അതാണ് മനസ്സിന് സ്വസ്ഥതയില്ലാത്തവന് എന്ത് ഭക്ഷണം കൊടുത്തിട്ട് എന്താ കാര്യം? മനസ്സ് സ്വസ്ഥതയുള്ളവന് കഞ്ഞിയും ചമ്മന്തി കിട്ടിയാലും അതും അമൃതമാണ്. ആണോ അല്ലയോ? ഇതൊന്നും മിണ്ടാത്തത്? പറയൂ. നിങ്ങൾ കുട്ടികളെ നോക്കൂ. നിങ്ങൾ വല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഇപ്പം പലഹാരം എന്ന് പറഞ്ഞാൽ ഏൽക്കില്ല. ഇപ്പം പീസ, ഇങ്ങനെയൊക്കെയുള്ള നൂഡിൽസ് ഇതൊക്കെ ഉണ്ടാക്കി മക്കൾക്കൊക്കെ കൊടുത്തു നോക്കൂ. അവരെ കലഹിച്ചൊക്കെ കഴിക്കും. എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയ അമ്മ അപ്പുറത്തിരുന്ന് കഞ്ഞി ആസ്വദിക്കുന്ന പോലെ അവർ ആസ്വദിച്ചിട്ടുണ്ടാവില്ല ഈ പിള്ളേർ. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമുക്ക് അവരുടെ മാനസികാവസ്ഥയാണെന്ന് മനസ്സിലാക്കണം. ഇപ്രകാരം ഈ ഒരു ഭാഗം പറഞ്ഞ് പിന്നെ നമ്മൾ കടക്കുന്നത് അടുത്ത ഒരു ഭാഗം സന്താന ഗോപാലം എന്ന് പറയുന്ന ഒരു ഭാഗം. ഇതാണ്
ഇതും വളരെ ഗംഭീരമാണ്. ഇപ്പൊ സന്താനഗോപാലം എന്നൊരു ഭാഗം നമ്മൾ കാണുമ്പോൾ ഒരിക്കൽ ദ്വാരകയിലെ ഒരു ബ്രാഹ്മണന് ഓരോ പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കുന്ന നിമിഷം തന്നെ കുഞ്ഞു മരിച്ചു പോകും. ഈ ബ്രാഹ്മണൻ വളരെ സങ്കടത്തോടെ കൃഷ്ണന്റെ അടുത്ത് എന്ന് കരയും. ഒരു ഉണ്ണിയെ എത്ര കാലമായി ആശിക്കുന്നത്, ഒരു ഉണ്ണിയെങ്കിലും എനിക്ക് ഉണ്ടാവാൻ അനുഗ്രഹിക്കൂ കൃഷ്ണ. ഞാൻ എന്ത് പാപം ചെയ്തു, എന്ത് യോഗത്തിനാണ് അല്ലെങ്കിൽ തലയിലെഴുത്തിനാണ് ഞാനത് അനുഭവിക്കുന്നത്, എൻ്റെ ഭാര്യ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കൃഷ്ണനാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള രീതിയിലാണ് ഭാര്യ പറയുന്നത്, ബ്രാഹ്മണൻ പറയുന്നത്. ആ ഭഗവാൻ പറഞ്ഞു ശരിയാവും ബ്രാഹ്മണൊക്കെ ശരിയായിക്കോളൂ. അപ്പൊ ശരിയാവും എന്നുള്ള ഒരു വാക്ക് കേട്ടപ്പോൾ വീണ്ടും ഭാര്യ ഗർഭിണിയാവും. പതിവ് പോലെ വയറൊക്കെ ഗർഭത്തിന് പാകാവും, പ്രസവിക്കും, കുട്ടി പോയി. വീണ്ടും ബ്രാഹ്മണൻ വരും, പോയി കൃഷ്ണ സങ്കടങ്ങളും കഷ്ടപ്പാടുകളൊക്കെ പറയും. അതൊക്കെ പറഞ്ഞ് സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഭഗവാൻ പറയും ശരിയാവും ബ്രാഹ്മണൻ, തിരിച്ചു പോകും. അങ്ങനെ വീണ്ടും ഗർഭിണിയായി, വീണ്ടും പോകും, വീണ്ടും ഗർഭിണിയായി, വീണ്ടും പോകും. 9 എണ്ണം. ഏതെങ്കിലും ഭാര്യ തയ്യാറാവുമോ? 9ാമത്തെ കുട്ടി മരിച്ചതും ബ്രാഹ്മണൻ പറഞ്ഞു, കൃഷ്ണ എന്നെ പരിഹസിക്കുകയാണോ, എന്നെ പരീക്ഷിക്കുകയാണോ? ഞാൻ എന്തിനാ ഇതൊക്കെ അനുഭവിക്കുന്നത്? എന്ത് വലിയ പാപമായാണ് ഞാൻ ചെയ്തത്? ഇങ്ങനെ 9 കുട്ടികൾ നഷ്ടപ്പെടാൻ മാത്രം പാപം എന്നൊക്കെ പറഞ്ഞു പൊട്ടി അങ്ങോട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, നല്ലൊരു രാജാക്കന്മാർ, ബ്രാഹ്മണർക്കൊന്നൊരു സംരക്ഷണം കൊടുക്കാൻ ഒരു രാജാക്കന്മാരില്ല ഇവിടെ. കഷ്ടം, ഈ ഭൂമി ഇങ്ങനെയായല്ലോ. ഇതൊക്കെ കേട്ടപ്പം കൃഷ്ണന്റെ അടുത്ത് അർജുനനുണ്ടായിരുന്നു. ഈ ഭൂമിയിൽ ബ്രാഹ്മണരെ ഒന്നും രക്ഷിക്കാൻ പറ്റുന്ന രാജാക്കന്മാർ, ക്ഷത്രിയരൊന്നുമില്ലേ എന്ന് കേട്ടപ്പോ അർജുനന്റെ രോമൊക്കെ എടുത്ത് എഴുന്നേറ്റു. കൃഷ്ണന് മനസ്സിലായി അർജുനൻ ഇത്തിരി ഇളക്കം വന്നിട്ടുണ്ടെന്ന്. ഭഗവാൻ സ്ഥലത്തുനിന്ന് പതുക്കെ മുങ്ങി. അർജുനൻ ബ്രാഹ്മണന്റെ അടുത്തേക്ക് എത്തി. എന്താ ബ്രാഹ്മണ പറഞ്ഞത്? ഭൂമിയിൽ ബ്രാഹ്മണരെ രക്ഷിക്കാൻ കഴിവുള്ള ക്ഷത്രിയരില്ലാണ്. ദ്വാരകയിലുണ്ടാവില്ലിരിക്കാം, പക്ഷെ ഭൂമിയിലുണ്ട്. അടക്കി പറയരുത്. അങ്ങേക്ക് എന്താ പ്രശ്നം? പറഞ്ഞു, എൻ്റെ കുട്ടി 9 എണ്ണം പോയി. ബ്രാഹ്മണ, ഇത് ഞാനാണ് പറയുന്നത്. 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ബ്രാഹ്മണൻ ഒരു നോട്ടം. കൃഷ്ണന് പറ്റാത്തൊരു കാര്യം, ബലരാമസ്വാമിക്ക് പറ്റാത്ത കാര്യം നിനക്ക് പറ്റി. അർജുനൻ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ. അർജുനൻ പറഞ്ഞു, കൃഷ്ണനും ബലരാമനായിട്ടൊന്നും തന്നെ താരതമ്യം ചെയ്യരുത്. അവർ ഈ പശുക്കളെ നോക്കുന്ന ടീമാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ക്ഷത്രിയരാണ്. എന്ന് മാത്രല്ല, കൃഷ്ണന്റെ കയ്യിലൊക്കെ വിളിക്കുന്ന ബി സാധനമാണ്. എൻ്റെ കയ്യിലാണെങ്കിൽ യമരാജാവിനെ പോലും കൊല്ലാൻ കെൽപ്പുള്ള ഗാണ്ഡീവമാണ്. അർജുനന്റെ ഒരു അഹങ്കാരത്തിലെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നാഹം സംഘർഷണോന കൃഷ്ണ അഹം ച അർജുനോ നാമ ഗാണ്ഡീവം സത്യം. എൻ്റെ കയ്യിൽ എന്താ അറിയോ? എൻ്റെ ഹസ്തത്തിൽ, എൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഗാണ്ഡീവമാണ്. ഈ ബ്രാഹ്മണൻ എനിക്ക് തോന്നുന്നു കൊടുവായൂരുകാരനാണോ എന്ന്. അല്ല, ബ്രാഹ്മണന്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പറഞ്ഞു മാത്രം. ബ്രാഹ്മണൻ പറഞ്ഞു, അർജുനൻ, നിനക്ക് അത്ര ഉറപ്പുണ്ടോ എൻ്റെ 10ാമത്തെ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുന്നു? ഞാൻ സത്യം ചെയ്യുന്നു, ഗാണ്ഡീവം എടുത്ത് സത്യം ചെയ്യുന്നു, 10ാമത്തെ കുട്ടിയെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു. ഞാൻ പറയാൻ കാരണം കൊടുവായൂരുകാരനാണോ എന്ന്. ഇത് കേട്ട ഒരുവിധം ആളുകളൊക്കെ പോവും. എന്നാൽ ഈ ബ്രാഹ്മണൻ പോയില്ല. അഞ്ച് 35 കാണൂ നമ്മുടെ സ്വന്തം. ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നു, ഞാൻ തീയിലേക്ക് ചാടുന്നു. ബ്രാഹ്മണൻ പറഞ്ഞു, ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. 2-1 ഉറപ്പായി. ഒന്നുകിൽ എൻ്റെ കുട്ടിയുടെ കാര്യം, അല്ലെങ്കിൽ അർജുനന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ ഇപ്പോൾ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ അത്ര ബുദ്ധിയുള്ള ബ്രാഹ്മണനാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കൊടുവായൂരുന്നായിരിക്കണം അങ്ങനത്തെ ഒരു ബ്രാഹ്മണൻ.
സാധാരണ ബ്രാഹ്മണനാണെങ്കിൽ എപ്പോഴും സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഓ 10ാമത്തെ കുട്ടി ഓക്കെ ഓക്കെ കഴിഞ്ഞു, ശരി ശരി, ആള് സ്ഥലം വിട്ടിട്ടുണ്ടാവും. ഇതിപ്പം ബ്രാഹ്മണനൊരു സമാധാനമായി. കുട്ടിയെ രക്ഷിച്ചില്ലെങ്കിൽ ആര് ചാടിയിട്ടുണ്ടാവണം? നിങ്ങളെ കൊടുവായൂരുകാർ അത്ര ബുദ്ധിയുള്ളതാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞോ. ഏതായാലും ബ്രാഹ്മണൻ പോയി ഭാര്യയോട് പറഞ്ഞു, എടി നമുക്ക് കുട്ടി എന്തായാലും കിട്ടിയിരിക്കും, നീ നാമൊക്കെ ജപിക്ക്. അങ്ങനെ ഭാര്യ നാമൊക്കെ ജപിച്ച് വീണ്ടും 10ാമത്തെ ഗർഭമൊക്കെ ധരിച്ചു. ഗർഭമൊക്കെ പാകമായി. അപ്പൊ ബ്രാഹ്മണൻ അർജുനെ അറിയിച്ചു, പ്രിയപ്പെട്ട അർജുന, ഗർഭമൊക്കെ പാകമായി, എത്രയും വേഗം പുറപ്പെടണമെന്ന്. അർജുനൻ കാണ്ഡീപൊക്കെ എടുത്ത് പുറപ്പെടാൻ പാഞ്ചലിച്ചു. പതിവില്ലല്ലോ ആര്യപുത്രൻ ഇങ്ങനെ പോകുന്നത്. പറഞ്ഞു, ഞാൻ ഒരു പ്രസവത്തിന് പോവുകയാണെന്ന്. അങ്ങനെ ആദ്യത്തെ പ്രസവം എടുക്കുന്ന ആളായി ആര്? അർജുനൻ. ആദ്യത്തെ എനിക്ക് തോന്നുന്നു മെയിൽ ഗൈനക്കോളജിസ്റ്റ് അർജുനനാണെന്ന്. പ്രസവത്തിന് വേണ്ടി പോവുകയാണ് അർജുനൻ. ബ്രാഹ്മണന്റെ വീട്ടിലൊക്കെ ചെന്ന് മുറിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ആ ബ്രാഹ്മണ ഇവിടെയൊന്നും ഭാര്യ പ്രസവിച്ച കുട്ടിയെ കിട്ടില്ല, അതിന് പ്രത്യേകം മുറി ഉണ്ടാക്കണം. ബ്രാഹ്മണൻ പറഞ്ഞു, ഈ പ്രസവവേദന അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം മുറി ഉണ്ടാക്കാൻ പറ്റും? പറഞ്ഞു, നിങ്ങളതൊന്നും ഉണ്ടാക്കണ്ട, ഒക്കെ ഞാൻ ശരിയാക്കി തരാം. അപ്പൊ ബ്രാഹ്മണന്റെ സമാധാനമൊക്കെ അർജുനൻ നോക്കൂ, ഇതൊന്നും മുമ്പ് ആരും പറഞ്ഞു തന്നില്ല, കൃഷ്ണൻ പോലും പറഞ്ഞു കൊടുത്തില്ല. വേഗം അർജുനൻ തൻ്റെ അസ്ത്രങ്ങളെ കൊണ്ടൊരു മുറിയുണ്ടാക്കി. അതിൻ്റെ പേരാണ് സൂതീഗൃഹം. എന്താണ്? അതാണ് പിൽക്കാലത്ത് എന്തായത്? ലേബർ വാർഡായത്. ഈ ലേബർ വാർഡ് എന്ന സങ്കല്പം ആദ്യം ആരംഭിച്ചത് ആരാണ്? അർജുനനാണ്. ഒക്കെ തുടക്കക്കാരൻ. ശരിക്കും എല്ലാ ലേബർ വാർഡിന്റെ മുന്നിൽ അർജുനന്റെ ഫോട്ടോ വെക്കേണ്ടത്. കാരണം ഇത് തുടങ്ങി വെച്ച അർജുനൻ. അല്ല, നുണയല്ല പറയുന്നത്. നോക്കൂ നിങ്ങളിതൊക്കെ എത്ര കാലം മുമ്പ് എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത്. ബ്രാഹ്മണ ഭക്തിക്ക് ഒരു കോൺഫിഡൻസ് ആയി, ഇപ്രാവശ്യം എന്തായാലും നറുക്കു വീഴും, കുട്ടിയെ കിട്ടുന്നു. അങ്ങനെ അകത്തേക്ക് പോയി. പ്രസവത്തിന് കൂടെ ഒരാളും പോയി. ആ പ്രസവവേദന വരുമ്പോൾ ഒരു കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ, ഇത് നിൽക്കാത്ത കരച്ചില്. ഇതെന്താ ഇങ്ങനെ ഒരു പ്രസവം എന്ന് അവിടെ ചെന്ന് നോക്കുമെന്നാൽ വയറിന്റെ അകത്ത് വെച്ച് കുട്ടി മുങ്ങിക്കഴിഞ്ഞു. സാധാരണ കുട്ടി പുറത്ത് വന്ന് മരിക്കലാണ്, ഇത് പുറത്തേക്ക് വന്നില്ല, അകത്തുനിന്ന് തന്നെ ആരും അടിച്ചു മാറ്റി. അത്രയും വലിയ കള്ളന്മാര്. ഗർഭപാത്രത്തിൽ വെച്ച് ബ്രാഹ്മണന്റെ പത്നിക്ക് അതാണ് നിർത്താത്ത കരച്ചില്. ബ്രാഹ്മണൻ പുറത്ത് വന്ന് അർജുനനാണെങ്കിൽ ഞെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പം ശരിയാക്കി കൊടുത്തിട്ട് വേണം പോവാൻ. പറഞ്ഞു, എവിടെ എൻ്റെ കുട്ടിന്ന്? അതിന് ചോദിച്ചു, കുട്ടി എവിടെ? പ്രസവിച്ചില്ലേ? ഇല്ല, പുറത്ത് വന്നില്ല. നബിനെ വയറ്റില്ല, അവിടെയില്ല. അർജുനൻ വീണ്ടും അവിടെയും ഇവിടെയൊക്കെ നോക്കി വേഗം പ്രസവ മുറിയിൽ വന്നു. നോക്കും പാവം മലർന്നടിച്ച് കിടക്കണം കരഞ്ഞിട്ട്. ചോദിച്ചു, കുട്ടിയുടെ? ഞാൻ പ്രസവിച്ചിട്ടില്ല എന്ന്. പിന്നെ കുട്ടിയെ തപ്പലായി. കുന്തം പോയ കുടത്തിലും തപ്പണം എന്നാണല്ലോ. കട്ടിന്റെ ചുവട്ടിൽ തപ്പി, അവിടെ തപ്പി, ഇവിടെ തപ്പി, ഒന്നും കാണുന്നില്ല. പല ലോകങ്ങളിലൊക്കെ തപ്പി നോക്കിയാണ് കഥ. കുറച്ചു കഴിഞ്ഞ് അർജുനൻ നോക്കുമ്പോണ്ട് ബ്രാഹ്മണൻ പറമ്പിലൊക്കെ നടന്ന് വിറകു കൂട്ട്. അപ്പം മനസ്സിലായി, മിക്കവാറും അയാൾ എന്നെ തീയിലേക്കിടും. കാരണം കുട്ടിയെ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അഗ്നിപ്രവേശം ചെയ്യാന്നാണ് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ഈ ഗർഭം ഇത്ര കോംപ്ലിക്കേഷൻ ആവുന്നുള്ളത് അർജുനൻ പ്രതീക്ഷിച്ചില്ല. അർജുനന്റെ ഫസ്റ്റ് ഡെലിവറി കേസാ. അർജുനൻ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനായി. എങ്ങനെ സങ്കടപ്പെട്ട് കൃഷ്ണ 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 എന്ന് പറഞ്ഞ ഒരു ഭാഗത്തിരുന്ന് നെഞ്ചിൽ അത്രയും കൈവച്ചുകൊണ്ട് കൃഷ്ണ എന്ന് കരയുമ്പോൾ അവിടേക്ക് എത്തുന്നു ഭഗവാന്റെ രഥം. പിടിച്ചു തൂക്കി രഥത്തിലിരുത്തി. പറഞ്ഞു, ഇരിക്കണ്ട അർജുന. പിന്നെ രഥം ഒരു പോക്കാണ്. സപ്തദ്വീപുകളും സപ്തസാഗരങ്ങളും കഴിഞ്ഞ് അങ്ങനെ ഇരുട്ടിലൂടെയും പിന്നെ പ്രകാശം അതിൻ്റെ ഉജ്ജ്വല ഘോരണിയിലൂടെ പോവാണ്. ആ പ്രകാശം, ഉജ്ജ്വലമായ പ്രകാശത്തിന്റെ തേജസ്സിൽ 100ഓളം സൂര്യൻ കത്തിജ്വലിച്ചാൽ പ്രകാരവും അവിടേക്ക് കിടക്കുമ്പോഴാണ് അനന്തന്റെ മുകളിൽ ആദിനാരായണ രൂപം. കണ്ടതും രോമാഞ്ചം വന്നു. രണ്ടുപേരെയും അവിടെ നിന്ന് സ്വാഗതം ചെയ്യണം. സ്വാഗതം ഓ സ്വാഗതം, വരൂ. രണ്ടുപേരും രഥത്തിൽ നിന്നിറങ്ങി ചെന്നു. നിങ്ങൾ എൻ്റെ നരനും
നാരായണമായ അംശമാണ്. നിങ്ങളെ കാണാനുള്ളൊരു മോഹം കൊണ്ട് ഞാൻ ആ ബ്രാഹ്മണ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്, നിങ്ങളെ ഇങ്ങോട്ട് വരുത്താൻ. നിങ്ങൾ എൻ്റെ അംശമാണ്. എന്നിൽ നിന്ന് വന്ന് എൻ്റെ അംശങ്ങളായി തിരിച്ച് എന്നിലേക്ക് എത്തേണ്ടവരാണ്. ഇത് നിങ്ങളെ ഓർമ്മിപ്പിക്കണം, ഇത് മറക്കരുത് എന്ന കാര്യം എൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആ ബ്രാഹ്മണ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ അർജുനന് സമാധാനമായി. ആ ബ്രാഹ്മണന്റെ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ എന്ന്. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ബ്രാഹ്മണന്റെ കുട്ടികളെയും കൊണ്ട് നേരെ തിരിച്ചു പോരുകയാണ്. ബ്രാഹ്മണനാണെങ്കിൽ അപ്പുറത്ത് വലിയൊരു ചൂട്ടുമെടുത്തിട്ട്, അർജുനാ നീ എവിടെ മുങ്ങി? അർജുനൻ മുങ്ങിയെന്നാ വിചാരം. ഇടയ്ക്കിടയ്ക്ക് ഈ ചൂട്ട് പന്തണ്ടല്ലോ, അതിങ്ങനെ വീശി വീശി, ഏയ് നീ എവിടെ മുങ്ങി, നീ അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടത്. ഒരു ചൂട്ട് കത്തി തീർന്നു, കാണുന്നില്ല. രണ്ടാമത്തത് കത്തിച്ചു, പിന്നെയും കാണുന്നില്ല. ഈ കോമരങ്ങളുടെയൊക്കെ പിന്നാലെ ഈ ചൂട്ടും കൊണ്ട് നടക്കില്ലേ ഉത്സവങ്ങളിലൊക്കെ, കണ്ടില്ലേ? ഇന്നലെ നരസിംഹം വരുമ്പോ പന്തം പിടിച്ചിട്ട് വരുന്നു. ഇതുപോലെ ഇങ്ങനെ ബ്രാഹ്മണൻ വീടിന് ചുറ്റും ഈ പന്തം പിടിച്ച് നടക്കും. നാട്ടുകാർ വിചാരിച്ചെന്തോ ബാധ ഒഴിവാക്കാൻ. ഇത് അർജുനനെ തീയിലേക്ക് ചാടിക്കാനാണെന്നറിയില്ലല്ലോ. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോ ഇപ്പൊ നമ്മൾ മഴയുടെ ശബ്ദമൊക്കെ കേൾക്കുന്ന പോലെ ബ്രാഹ്മണൻ കേൾക്കുന്ന ഒരു സ്കൂള് വിട്ടൊരു ശബ്ദം. പിന്നെ നോക്കുമ്പോഴാണ് കാണുന്നത് 10 കുട്ടികളെയും കൊണ്ട് അർജുനൻ വരുന്ന കാഴ്ചയാണ് ബ്രാഹ്മണൻ കാണുന്നത്. ഈ 10 കുട്ടികളെയും കൂടി കണ്ടപ്പോ ബ്രാഹ്മണന് മനസ്സിലായി ഇത് എൻ്റെ മക്കൾ തന്നെ ആയിരിക്കുന്നു. ആ ബ്രാഹ്മണൻ അപ്പോഴാ തോന്നിയ അർജുനനല്ല ഇനി ചാടേണ്ടി വരിക. ഈ 10 മക്കളും കൂടി വീട്ടിൽ നിന്നാൽ മിക്കവാറും ആര് ചാടേണ്ടി വരും? എന്താ നിങ്ങൾ ചിരിക്കുന്നത്? ആര് ചാടേണ്ടി വരും? മിക്കവാറും ബ്രാഹ്മണൻ ചാടേണ്ടി വരും. അങ്ങനെ ആ 10 കുട്ടികളെയും ബ്രാഹ്മണന് തിരിച്ചു കിട്ടുന്ന ഒരു കഥയായിട്ടാണ് സന്താന ഗോപാലം. ഇത് വളരെ നമ്മളിങ്ങനെ തമാശയ്ക്ക് അടിച്ച് പറയുന്നെങ്കിലും എനിക്ക് സത്യത്തിൽ ഇങ്ങനെ കഥ പറഞ്ഞ കണ്ട് ഒരു അതിനെ പൊലിപ്പിക്കണമെന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിലൊരു ഗംഭീര ഫിലോസഫി ഉണ്ട്, അതൊരു രസമാണത്. അതാണ് നമുക്ക് ഉൾക്കൊള്ളേണ്ടത്. ഇവിടെ സന്താന ഗോപാലം കേവലം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ബ്രാഹ്മണന്റെ കഥയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ആദിനാരായണ സ്വരൂപം. നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കണ്ടു കാണും, അനന്തന്റെ മുകളിൽ കിടക്കുന്ന നാരായണൻ. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ്. അനന്തൻ എന്നാണ് ആ പാമ്പിന് പേരിട്ടിരിക്കുന്നത്. എന്താണ് അനന്തൻ? 5 ഫണങ്ങൾ വിടർത്തിക്കൊണ്ട് അതിൻ്റെ നടുവിലായി കിടക്കുന്ന നാരായണൻ, ആദി നാരായണൻ. ആരാണ്? പറയൂ. ആദിനാരായണൻ. ആരാണ് അനന്തൻ? അനന്തൻ എന്നാൽ അനന്തമായ പ്രപഞ്ച ഊർജം. അതെങ്ങനെ മനസ്സിലായി? നിങ്ങൾ നോക്കൂ, നമ്മുടെ പൂർവികരുടെ ആ ദീർഘവീക്ഷണം നോക്കൂ. സയൻസ് ഡെവലപ്പ് ചെയ്തിട്ട് കേവലം 1000 വർഷങ്ങളായിട്ടുള്ളൂ. ഗലീലിയോ, കോപ്പർനിക്കസ്, പിന്നെ അവിടെ നിങ്ങളുടെ ന്യൂട്ടൺ, പിന്നെ അത് കഴിഞ്ഞ ഐൻസ്റ്റീൻ തുടങ്ങിയിട്ടാണ് അവിടെ നിങ്ങോട്ട് കയറി വന്നത്. ഇങ്ങനെ സയൻസിന്റെ ഒരു 1000 years ഡെവലപ്മെന്റ് നോക്കുമ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പൂർവികര് പ്രപഞ്ച ഊർജത്തിന് ഒരു ചിത്രം വരച്ചിരിക്കുന്നത് അനന്തന്റെ ചിത്രം. നമ്മൾ അതിനെ ഒന്ന് പല രീതിയിൽ ചിന്തിച്ചാൽ, ഈ പ്രപഞ്ച ഘടന നോക്കിക്കഴിഞ്ഞാൽ, ഒരു ഗാലക്സി നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഓവൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ഭൂമിയും എക്സാക്ട് റൗണ്ട് അല്ല. അതുമൊരു ലോകം പറയുന്നത് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ആറ്റങ്ങൾ ചേർന്ന് കിടക്കുന്നു. ഒരു ആറ്റം എന്ന് പറയുന്നതും ഒരു കോയിൽ രൂപത്തിലാണ്. ആണോ? അതിൻ്റെ ഒരു ആറ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്ന ന്യൂക്ലിയസും ഔട്ടർ സർക്കിളാണ് ഇലക്ട്രോൺസ്. ഒരു കാലത്ത് കരുതി ഇലക്ട്രോൺസുകളൊക്കെ കണങ്ങളാണ്, വെറും എന്താണ്, ഒരു സ്റ്റാറ്റിക് ചാർജുകളാണ്.
പിന്നെയാണ് ശാസ്ത്രലോകത്തിന് മനസ്സിലായത് ഇതെല്ലാം കണ്ടിന്യൂസ് തരംഗങ്ങൾ ഇളകിക്കൊണ്ടിരിക്കുക. ഒരു പാമ്പിന്റെ ശരീരം ഒരു കോയിൽ പോലെ കിടക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നതും ആറ്റം എന്നൊക്കെ പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ തരംഗം. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുണ്ടോ? ഇന്ന് മോഡേൺ ഫിസിക്സ് എത്തിയിരിക്കുന്നത് ആറ്റത്തിന്റെ 90% പൊള്ളയാണ്. പക്ഷെ ആ ഇലക്ട്രോൺസിന്റെ അതിവേഗത കൊണ്ട് നമുക്കതൊരു സോളിഡ്സ് സ്ഥാനമായി തോന്നും. ഉദാഹരണത്തിന് നമ്മളൊരു ചന്ദനത്തിരി എടുത്ത് കത്തിച്ച് വേഗത്തിൽ വീശിക്കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുന്നവർക്കൊരു വെളിച്ചത്തിന്റെ വൃത്തം കാണാൻ പറ്റും. ഇപ്പൊ നമുക്കത് കാണാം പല അമ്പലങ്ങളിലും ഇലക്ട്രിക്കൽ ഇലൂമിനേഷൻ, ദൈവങ്ങളുടെ ഒക്കെ ഫോട്ടോ. അപ്പൊ വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഇല്ല അവിടെ. ആ ചിത്രത്തിന്റെ രൂപത്തിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചിട്ട് അത് വേഗത്തിൽ ചലിക്കുന്നത് കൊണ്ട് നമുക്ക് ഗണപതിയും അയ്യപ്പനൊക്കെ അവിടെ ഉള്ളതുപോലെ ഉറക്കെ പറയൂ തോന്നുകയാണ്. അപ്പൊ നമ്മുടെ ശരീരം കോടാനുകൂടി സെല്ലുകൾ ഇങ്ങനെ ചേർന്ന് അതിവേഗത്തിൽ ചലിക്കുന്നത് കൊണ്ടാണ് ഇതൊരു സോളിഡായിട്ട് നിൽക്കുന്നത്. എങ്ങാനും അതിന്റെ ചലന തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലോ കഴിഞ്ഞു പണി. അതിവേഗതയിൽ ചലിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ സോളിഡ് സിസ്റ്റത്തിൽ നിൽക്കുന്നത്. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്? എന്താണ് ഈ ഊർജത്തെ നിയന്ത്രിക്കുന്ന ഘടകം? ഇതിന് ചൈതന്യം പകരുന്ന ഘടകം ഏതാണ്? ഇന്നിപ്പോ ശാസ്ത്രജ്ഞന്മാർ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ പറഞ്ഞു ഈ ചലനം എന്ന് പറഞ്ഞാൽ കാലമാണ്. തോന്നിയതുപോലെ ചലിച്ചു കഴിഞ്ഞാൽ പിന്നെ കാലമില്ല. ടൈം, സ്പേസ് ആൻഡ് എനർജി എന്നൊക്കെ പറയുമ്പം ടൈം എന്ന് പറയുന്ന, കാലം എന്ന് പറയുന്നത് നിയന്ത്രണ വിധേയമായ ചലനത്തെയാണ് കാലം എന്ന് പറയുന്നത്. നിയന്ത്രണമില്ലാത്ത ചലനം കാലമുണ്ടാക്കില്ല. മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ ചെറിയൊരു എക്സാമ്പിള്, നമ്മുടെ ഈ വാച്ച്ലെസ് നീഡിൽസ് എല്ലാം അത് സൂചി സെക്കൻഡിലേക്ക് ചാടുന്നു. മിനിറ്റ് അതിനനുസരിച്ച് ഒരു റൗണ്ട് വരുമ്പോഴേക്കും മിനിറ്റ് ചാടുന്നു. ഒരു മിനിറ്റിന്റെ സർക്കിൾ വരുമ്പോഴേക്കും ഹവർ ചാടുന്നു. അങ്ങനെയല്ലേ? ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഓടാൻ തുടങ്ങിയാലോ പിന്നെ വാച്ച് കാട്ടാൻ പറ്റില്ല. ഇതുപോലെ സൂര്യൻ രാവിലെ ഉദിച്ച് ഒറ്റ ഓട്ടാ പുറത്തേക്ക്. എന്ത് കാലം, എന്ത് കാലം! അപ്പൊ ഇതൊരു താളാത്മകമായി നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ചലിക്കുന്നത്. ആണോ? ഉറപ്പാണോ? ആരാണ് ഇതിന് താള നിയന്ത്രണങ്ങൾ കൊടുക്കുന്നത്? അതാണ് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാരും എത്തി നിൽക്കുന്നത്. there is an intelligence. അപ്പോ രണ്ട് വാക്കുകൾ ഇപ്പൊ അവർ പറയാൻ ബാധ്യസ്ഥരായി. ഒന്ന് ഒരു നേച്ചറിന്റെ എനർജി, അതായത് കോസ്മിക് എനർജിയും, രണ്ട് ആ കോസ്മിക് എനർജിക്ക് നിയന്ത്രണം കൊടുക്കുന്ന ഒരു ഇന്റലിജൻസ് എനർജി. അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള വാക്കിലേക്ക് ശാസ്ത്രലോകം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ? ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ അതിന് നിയന്ത്രണമുണ്ട്. ഒരു ഇന്റലിജൻസ് നിയന്ത്രണം. മനസ്സിലാവുണ്ടോ? ഇതുപോലെ പ്രപഞ്ചത്തിനും ഒരു ഇന്റലിജൻസ് ഉണ്ട്. അപ്പൊ അതാണ് ലോകം നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിൻ്റെ ഒരു നല്ല ഒരു മോഡലാണ് അനന്ത നാരായണൻ. അപ്പം അനന്തൻ എന്നാൽ ആ വാക്ക് തന്നെ, അനന്തം എന്നുള്ള ഇംഗ്ലീഷിന് അർത്ഥം പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റ് എന്നാണ്. നാരായണൻ എന്നതിന് അർത്ഥം ഒരു വ്യക്തി എന്നല്ല. നാരായണൻ എന്നതിന് നാരം എന്നാൽ ബോധം എന്നാണ്. ബോധം സ്വരൂപമായിരിക്കുന്നവൻ നാരായണൻ. യത് ദൃശ്യതേ ശ്രൂയതേ ദേവ അന്തർ ബഹിശ്ചത സർവം വ്യാപ്യ നാരായണ സ്ഥിത. ഉള്ളിലും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ ശക്തിയാണ്, ബോധശക്തിയാണ് ആര്? നാരായണ. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ഇത് നാരായണോപനിഷത്തിൽ വരുന്ന. നിങ്ങൾ പഠിക്കണം, അപ്പോഴേ മനസ്സിലാവണം. അപ്പൊ നാരായണനെ അങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാവരിലും ഈ ശരീരമൊക്കെ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വെറും ശ്വാസം നോക്കിയാൽ മതി. വേണ്ടത് ഉള്ളിലേക്ക് എടുത്ത് ശ്വാസം, അതിൽ ഓക്സിജനെ വേർതിരിച്ച് അത് ബ്ലഡിലേക്ക് എത്തിക്കുക. ഇന്റലിജൻസ് വേണ്ടേ? വേണോ? അത് ബ്ലഡിലേക്ക് എത്തിച്ച് അത് സർക്കുലേറ്റ് ചെയ്ത് അത് പല
റീസൺ കൊണ്ടോ പല കെമിക്കൽ ഒരു റിയാക്ഷൻ കൊണ്ടോ കാർബൺ ഡൈ ഓക്സൈഡായി ഡയഫ്രത്തെ കൊണ്ടത് പുറത്തേക്ക് തള്ളി. ഇതൊക്കെ എങ്ങനെ തീരുമാനിക്കപ്പെടുന്നു? അപ്പോൾ ഇന്റലിജൻസ് സിസ്റ്റമിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റില്ല. ആണോ അല്ലയോ? അത്ര കോംപ്ലിക്കേറ്റഡ് സിസ്റ്റങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? നമ്മുടെ ബ്ലഡ് അത് പ്യൂരിഫൈ ചെയ്യുന്നു, കിഡ്നി അത് പ്യൂരിഫൈ ചെയ്തത് ഒരു ബ്ലാഡറിലേക്ക് നീക്കുന്നു, ശരീരത്തിൽ ദഹിപ്പിക്കാൻ പറ്റാത്ത വേറൊരു ബ്ലാഡറിലേക്ക് നീക്കുന്നു. ഇതെങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്ലാഡർ മാറിപ്പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഒന്നും വേണ്ട, അമ്മയുടെ ആ ഒരു പ്രസവം മാത്രം നോക്കിയാൽ മതി. എക്സാക്ട്ലി അമ്മ കഴിച്ച സാധനത്തെ ട്യൂബിലൂടെ കുട്ടിയുടെ വയറിലേക്ക് കണക്ട് ചെയ്യാൻ ഇന്റലിജൻസ് വേണ്ട ഒട്ടും. അമ്മയുടെ വയറ്റിൽ നിന്ന് അമ്മ കഴിച്ച് ദഹിച്ച സാധനം, ദഹിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ദഹിച്ചുകൊണ്ടല്ല, ഓൾമോസ്റ്റ് ദഹിച്ചു കഴിഞ്ഞു. അതാണ് ആരിലേക്ക് കൊടുക്കുന്നത്? അവർക്ക് പറയൂ, അത് ആ കുട്ടിയുടെ പൊക്കിൾ കൊടിയിൽ കൊണ്ടുപോയി കണക്ട് ചെയ്ത് കുട്ടിയുടെ ഇൻഡസ്റ്റൈൻ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുക. അതിനൊരു ഇന്റലിജൻസ് വേണ്ട? എന്താണെന്ന് മിണ്ടാത്ത നേട് വേണോ വേണ്ടയോ? ഇതെല്ലാം പ്രകൃതി 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 പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം എന്നതിന് ചലിക്കാനേ അറിയുള്ളൂ. ചലനത്തിന് ഇന്റലിജൻസ് കിട്ടണമെങ്കിൽ അതിനൊരു ഇന്റലിജൻസ് പകരാൻ ബോധം കൂടിയേ കഴിയും. കാരണം ബോധത്തിന് മാത്രമേ എത്ര എവിടെ വേണം എന്നുള്ളൊരു നിയന്ത്രണവും നേതൃത്വവും നൽകാൻ സാധിക്കും. അതാണ് ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞത്, മയാധ്യക്ഷേന പ്രകൃതി സൂയതേ സചരാചരം. എൻ്റെ അധ്യക്ഷതയിലാണ് പ്രകൃതി പലതായി മാറും. അപ്പൊ നാരായണനിൽ അനന്തൻ, നാരായണനും അനന്തനും, ശിവനും ശക്തിയും, പരമേശ്വരനും പാർവതിയും. അതാണ് നമ്മുടെ ഏത് സങ്കല്പം? ഒക്കെ പറയൂ, അർദ്ധനാരീശ്വര സങ്കല്പം. മലർന്നു കിടക്കുന്ന ശിവനും ആ ശിവന്റെ മേൽ നൃത്തമാടുന്ന ഭദ്രകാളി, ഇതൊക്കെ പ്രതീകങ്ങളാണ്. അപ്പൊ അവിടെ ശിവൻ എന്നാൽ ബോധഊർജവും, ഭദ്രകാളി എന്നാൽ പ്രപഞ്ചോർജവും. എന്തൊരു ചിത്രങ്ങളാ ഋഷി വരച്ചു വെച്ചിരിക്കണ അറിയോ? ഇതൊരു വലിയ സയൻസാണ്. ആ ഭഗവാനിൽ നിന്നും പ്രകടമായ സന്താനങ്ങൾ. അപ്പൊ ഇവിടെ 10 സന്താനങ്ങൾ എന്നാൽ 10 ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ 10 ഇന്ദ്രിയങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് പ്രപഞ്ചത്തിൽ നഷ്ടപ്പെടാനല്ല. ഭഗവാൻ അപഹരിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇന്ദ്രിയങ്ങളിലൂടെ അതിനെ നമ്മൾ സംയമേന്ദ്രിയ ഗ്രാമം ആരിലേക്ക് തിരിക്കണം? ആരിലേക്ക് തിരിയണം? ഭഗവാനിലേക്ക്. അതുകൊണ്ടാണ് അമ്പലങ്ങളുടെയൊക്കെ മുന്നിൽ വലിയ കൽവിളക്കിന് താഴെ ഒരു ആമയുടെ രൂപം വെച്ചിട്ടുണ്ടാവുക. എന്തിനാണ് ആമയുടെ രൂപം വെച്ചത്? അമ്പലത്തിന്റെ മുന്നിൽ കൽവിളക്കിന്റെ താഴെ, അല്ലെങ്കിൽ വലിയ വിളക്കിന്റെ താഴെ, പല സ്റ്റെപ്പുകളുള്ള വിളക്കിന്റെ താഴെ, ദീപസ്തംഭം എന്ന് പറയുന്ന വിളക്കിന്റെ താഴെ ആമയുടെ രൂപം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇതെന്തിനാണ് നാം മനസ്സിലാക്കിയത്? പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ട്? ഇതെന്തിനാണ്? ഇതെങ്ങാനും മക്കൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ പറയുക? തമിഴ്നാട്ടിലുണ്ടാക്കിയതാണ്. എന്താ പറയാ? ആർക്കാ പറയാൻ പറ്റുക? എന്തിനാണ് ആമയുടെ രൂപം വെച്ചത്? എന്നോടൊരാൾ പറഞ്ഞത് തമിഴ്നാട്ടിലുണ്ടാക്കിയത് കൊണ്ടാണോ സ്വാമി ചോദിച്ചാൽ അതെങ്ങനെ? കാരണം തമിഴ്നാട്ടുകാരാണല്ലോ എന്ത് ചോദിച്ചാലും ആമ 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 എന്ന് പറയാറ്. ഞാൻ പറഞ്ഞ കാലൊന്ന് കാണിക്കുന്നു, നമസ്കരിക്കട്ടെ എന്ന്. ഇങ്ങനെ ഒരു പട്ടുവെട്ടി ആമയെ വെച്ചത്. ആമയ്ക്കൊരു പ്രത്യേകത ഉണ്ട്. അതിന്റെ തലയും കാലും വാലും ഒക്കെ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റുന്ന പോലെ സംയമേന്ദ്രിയ ഗ്രാമം. അമ്പലത്തിൽ എന്ത് വേണം? കണ്ണും കാതും ഒക്കെ ഉൾവലിച്ച് നാമത്തിൽ മുഴുകണം. അപ്പോഴാണ് നാരായണനിൽ എത്താൻ പറ്റുക. അപ്പൊ നാരായണനിൽ എത്താൻ സാധിക്കുന്ന 10 സന്താനങ്ങളെ തന്നിട്ടാണ് ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞു വിട്ടിരിക്കുന്നത്.
മനസ്സിലാവുണ്ടോ? ആ 10 സന്താനങ്ങളെ നമുക്ക് തിരിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ആരിലേക്കെത്താൻ? ആരിലേക്കെത്താൻ? നാരായണനേക്കെത്താനാണ്, അല്ല നരകത്തിലേക്ക് എത്താനല്ല. ഇപ്പം നമ്മൾ അതിനെ ഏറെക്കുറെ എന്തിലേക്ക് എത്തിക്കാനാ നോക്കുന്നത്? ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ചൊറി പറയലും ചൊറിമാന്തലും പറയുന്നവരൊക്കെ എവിടേക്കാ എത്തിച്ചത്? എന്താ ഒന്നും മിണ്ടാത്തത്? ഈ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ സന്ധിക്ക് നാമം ചൊല്ലും. ഇപ്പൊ ചൊല്ലുന്നവരുണ്ടോ? എത്ര പേര് ചൊല്ലും? അതിങ്ങനെ ഭർത്താവ് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പം മക്കളും അമ്മയും ഒക്കെ കൂടെ ചേർന്നിരുന്ന് ചൊല്ലും. അത് മിക്കവാറും ആ മനുഷ്യൻ വരുമ്പം ചൊല്ലുന്നത് ഇങ്ങനെയായിരിക്കും: നരകത്തിൽ നിന്നും കരകേറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഈ കേൾക്കുന്നവര് ഈ മനുഷ്യനാണ് ഈ വീട്ടിൽ മൊത്തം എന്തുണ്ടാക്കി വെച്ചത്? നരകത്തിൽ നിന്നുണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ ഈ നരകത്തിൽ നിന്നും കരകയറ്റിയിടണമെന്ന്, ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? മനുഷ്യരുടെ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു നോക്കൂ, നമ്മുടെ ഈ ചില ശ്ലോകങ്ങളുണ്ടല്ലോ, അർത്ഥമറിയാതൊക്കെ ചൊല്ലിയ വലിയ അപകടമാണ്. ഒന്നായ നിന്നൈക രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടവതമിണ്ടാവതല്ല മമ പണ്ടേ കണക്ക വരുവന്നിൻ കൃപാവലിക ഉണ്ടാകയങ്കലിക നാരായണായനം. ഇതിപ്പോ സാധാരണക്കാരൻ എന്താ മനസ്സിലാകുക? പണ്ട് ഞാൻ ബാച്ചിലർ ആയിരുന്നു, പിന്നെ 2 ഇനി ഞാൻ വീണ്ടും പണ്ടേ കണക്കേ വരാൻ. ഇങ്ങനെയാണ് അതിന്റെ അർത്ഥം? ആണോ? ഈ തരത്തിൽ ഒക്കെ തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കി അപകടവും അബദ്ധവും പറഞ്ഞ് നടക്കുന്ന എത്രയോ ജന്തുക്കളുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഇതൊക്കെ നമ്മൾ ക്രമേണ 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 മാറ്റണം. രാമായണം പകുതി വായിച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? വിഷ്ണു സഹസ്രനാമം പകുതി ചൊല്ലി നിർത്തിയാൽ ദോഷമുണ്ടോ? ഒന്നും ദോഷമില്ല. ദോഷപ്പെടാനുള്ളത് അറിയോ? ചൊല്ലുന്നതിൽ മനസ്സില്ലെങ്കിൽ ദോഷമാണ്. ഒരു നാമം ചൊല്ലിയാലും മതി, ഒരു വരി ചൊല്ലിയാലും മതി, പക്ഷെ മനസ്സതിൽ ഉണ്ടാവണം. ഭഗവാൻ പറയണത് മൈ അർപ്പിത മനോബുദ്ധി യോ മൽ ഭക്തസമേ പ്രിയ. ആരുടെ മനസ്സും ബുദ്ധിയുമാണോ എന്നിൽ അർപ്പിക്കുന്നത് അവരാണ് എൻ്റെ ഭക്തന്മാർ. ഇത്രയും മതി നമുക്ക്. ഞാൻ ആ ഭാഗവതത്തിലെ അടുത്തൊരു കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുചേലന്റെ കഥ കാണണം. 81 തിരിച്ചു പോകണം. അതിനു മുമ്പ് ചെറുതായിട്ട് നിങ്ങൾക്ക് ഏകാദശ സ്കന്ധം പരിചയപ്പെടുത്തി പോവാം. കാരണം ഇപ്രാവശ്യം എൻ്റെ സമയം അനുവദനീയമല്ലാത്തതുകൊണ്ട് ഏകാദശം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. എങ്കിലും മാക്സിമം നിങ്ങൾക്ക് ഈ ഏകാദശത്തിന്റെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെടാത്ത വിധത്തിൽ ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾ വീട്ടിൽ സ്വൈരമായിട്ടിരുന്ന് BVTV ലൈവ് എന്ന് യൂട്യൂബിൽ അടിച്ചാൽ ഇതൊക്കെ കിട്ടും. BVTV ലൈവ് എന്ന് ഇവിടെ ചെയ്യുന്നൊക്കെ ലൈവ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വിദേശത്തുള്ള കുട്ടികൾക്കൊന്ന് പറഞ്ഞു നോക്കി, ഈ BVTV നോക്കപ്പോൾ ഇവിടെ നടക്കുന്നവർക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സംഘാടകരോട്, ക്ഷേത്ര കമ്മിറ്റിക്കാരോട്, ഇതിൻ്റെ ഹാർഡ് കോപ്പി മേടിച്ചു വയ്ക്കാൻ ഒരു ഹാർഡ് ഡിസ്ക് കൊടുത്തിട്ട്. അപ്പം ഇതിൻ്റെ എല്ലാ ആഴ്ചയിലും സാറ്റർഡേ സൺഡേ ഇവിടെ വിഷ്ണു സഹസ്രനാമം ഒരു 15 മിനിറ്റ് ഈ പ്രഭാഷണം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ പ്രഭാഷണം മുഴുവൻ ഈ നാട്ടുകാർക്ക് മൊത്തം കാണാം. സപ്താഹം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഫുൾ റെക്കോർഡാണ്. അതുകൊണ്ട് ഇവിടെ വന്ന് വെറുതെ ഇരുന്നാൽ മതി, ആ പ്രഭാഷണമൊക്കെ വീണ്ടും കേട്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ച് ഏകാദശ സ്കന്ധത്തിലേക്ക് പോകണം. ഏകാദശ സ്കന്ധമാണ് ഭാഗവതത്തിൻ്റെ സാരസംഗ്രഹം എന്ന് പറയുന്നത്. ഏകാദശ സ്കന്ധത്തില് പ്രധാനമായിട്ട് 2 ചർച്ചകളാണുള്ളത്. നിങ്ങൾ നോക്കൂ, മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നും ഹിന്ദു മതഗ്രന്ഥങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഉണ്ടോ? മറ്റ് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും ഹിന്ദു മതഗ്രന്ഥത്തിന് വ്യത്യാസമുണ്ടോ? ഉണ്ട്. എന്താ വ്യത്യാസം? കൃത്യമായി അറിയുന്നവർ കൈപൊക്കി പറയണേ. സമയമെടുക്കരുത്, കാരണം കുചേല ചരിതം പറയാനുണ്ട്. എനിക്കിത് ഒരു തുടക്കവും കുറിക്കണം. അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ഗസ് വർക്ക് നടത്തരുത്. കൃത്യം അറിയുന്നുണ്ടെങ്കിൽ മാത്രം പറയും. അറിയാത്തവർ കൈവെക്കൂ, അതുമില്ലേ? അതാണ് കൂടുതൽ. അതുകൊണ്ട് അവരുടെ പക്ഷത്തൊന്ന് പറയാം.
മറ്റു മതഗ്രന്ഥങ്ങൾ അതെല്ലാം നോക്കണം, അതിനെ പറയാ കമാൻഡ്മെന്റ്സ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയും, ദൈവകൽപ്പനകളാണ്. എവിടെയോ ഇരുന്ന ദൈവം ഒരു പുത്രനിലൂടെയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു, ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. ഇപ്പം മുസ്ലിം സമുദായമൊക്കെ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ, ഒരു പ്രവാചകനിലൂടെ മനുഷ്യർക്ക് കൊടുത്ത ഓർഡേഴ്സ്, കൽപ്പനകളാണ് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ. അതനുസരിച്ചിട്ടില്ലെങ്കിൽ എവിടെ കൊണ്ട് ശരിയാക്കി കളയും? നരകമുണ്ട്. നമ്മുടെ ഗ്രന്ഥങ്ങളൊന്നും കൽപ്പനകളല്ല. ഇവിടുത്തെ കൃതികളെല്ലാം ചർച്ചകളാണ്. ഇതിനെ പറയാ സംവാദ ഗ്രന്ഥം എന്നാണ്. ഗുരുശിഷ്യ സംവാദത്തിന്റെ കൃതികളാണ് ഭാരതത്തിലെ എല്ലാ കൃതികളും. നിങ്ങൾ ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഗീത വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓരോ അധ്യായവും കഴിഞ്ഞാൽ കാണും എന്ത്? ശ്രീകൃഷ്ണ അർജുന സംവാദേ. വായിച്ചിട്ടുണ്ടോ? അതുപോലെ നിങ്ങൾ രാമായണം എടുത്തു നോക്കൂ. നിങ്ങൾ ആർക്കാ പറയാൻ പറ്റുക? അവർക്ക് പറയൂ, ഉമാമഹേശ്വര സംവാദേ. ഇനി നിങ്ങൾ ഭാഗവതം എടുത്തു നോക്കൂ. പരീക്ഷത്തും ശ്രീ ശുഖബ്രഹ്മർഷിയും തമ്മിൽ നടത്തുന്ന സംവാദം. പിന്നെ വിതുര മൈത്രേയ സംവാദം, അതിൻ്റെ ഇടയ്ക്കിടെ വസുദേവ ശ്രീകൃഷ്ണ സംവാദം, വസുദേവ ഉദ്ധവ സംവാദം, ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം ഇല്ലേ? ഉണ്ടോ? ഏതും കോൺവെർസേഷനാണ്. ചോദ്യം ചോദിക്കുക, അതിനുത്തരം പറയാം. ഒരു കൽപ്പനയുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്തൊരു ഒരു ഗ്രേറ്റ്നെസ് ആണ് നോക്കൂ നമ്മുടെ കൃതികൾ. ഇവിടെ മനുഷ്യന്റെ സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ആ മനസ്സിനെ ഉത്തരത്തിലേക്ക് എത്തിച്ച് ആ ഉത്തരത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. വെറുതെ ഉത്തരം കൊടുക്കല്ല, ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക. മനസ്സിലായില്ലേ? ഒരു എന്താണോ ചോദ്യം, അതിനുള്ള ഉത്തരവും ലക്ഷ്യവും. അപ്പൊ ഇവിടെ ഭാഗവതത്തിന്റെ 11-ാം സ്കന്ധത്തിന് 2 കോൺവെർസേഷൻ, ചർച്ചകളാണ്. അതിലൊന്നാമത്തത് വസുദേവ നാരദ സംവാദം, 2 ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദം. അതിലാണ് 24 ഗുരുക്കന്മാർ. ഗംഭീരം. നാളെ നമുക്ക് നോക്കാം ആ പാർട്ട് കുറച്ചൊക്കെ എടുക്കാൻ. അതിഗംഭീരമാണത്. 24 ഗുരുക്കന്മാരുടെ കഥ പറയും കൃഷ്ണൻ. അപ്പൊ അതിൽ ആദ്യത്തേത് വസുദേവ നാരദ സംവാദത്തിൽ, വസുദേവൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവാണ്. ആ വസുദേവർക്ക് വല്ലാത്ത ആദി കൂടിക്കൂടി വന്നു. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കാലമായപ്പോഴേക്കുണ്ടല്ലോ വളരെ ടെൻഷൻ അടിച്ചു. എന്താണ് ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണന്റെ കുലത്തിലെ കുട്ടികൾ തമ്മിൽ കലഹം തുടങ്ങി. അപ്പൊ വസുദേവർക്കറിയാം അതിനൊരു പ്രത്യേക പരിഹാരമില്ല. കാരണം കൊടും ശാപം കുട്ടികൾ പിടിച്ചു കെട്ടി. കൃഷ്ണന്റെ കുട്ടികൾ 10-16 വയസ്സായിരിക്കുമ്പോൾ ജാമ്പവതിയിലുള്ള കൃഷ്ണന്റെ പുത്രനായ സാമ്പനെ വയറിന്റെ മുകളിൽ കുറെ തുണിയൊക്കെ വെച്ച് കെട്ടി നല്ലപോലെയൊക്കെ ഒരു പെണ്ണിനെ പോലെയൊക്കെ അവര് രൂപഭാവം വരുത്തി അങ്ങോട്ട്, അതായത് ദ്വാരകയിലേക്ക് കടന്നു വരുന്ന ദുർവാസാവ്, നാരദർ തുടങ്ങിയ മഹർഷിവര്യന്മാരുടെ മുന്നിൽ കൊണ്ട് നിർത്തി പറഞ്ഞു. അതും ഉത്തരേന്ത്യയിലാണെങ്കിൽ മുഖം മറയ്ക്കും, ആരാന്നൊന്നും അറിയില്ല. ഹേ മഹാജ്ഞാനികളെ, നിങ്ങൾ ത്രികാലജ്ഞാനികളല്ലേ ഗുരുക്കന്മാരെ, ഇവൾക്ക് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്. ഇവൾ ഏത് കുഞ്ഞിനെ പ്രസവിക്കുന്നൊക്കെയാണ് മര്യാദയിൽ ചോദിക്കേണ്ടത്. ഇവര് കുരുത്തക്കേടാ ചെയ്യുന്നത്. ആണിനെ പിടിച്ചിട്ടാണ് പെണ്ണിന്റെ വേഷം കെട്ടിയത്. ഇവര് ചോദിച്ചു, ഇവൾ എന്തിനെ പ്രസവിക്കുന്നു? ഒരു നിമിഷം നാരദര് ദുർവാസാവിന്റെ കണ്ണിലേക്ക് നോക്കി. കൃഷ്ണന്റെ മക്കളായി ദുരിതം വലിച്ചു കൂട്ടുന്നത്. ദുർവാസാവിന് മനസ്സിലായി, ഈ കുലം നശിക്കാനുള്ളതാണ്, തടുക്കാൻ പറ്റില്ല. കൊടുത്തു. അത് കുട്ടികൾ ഇങ്ങനെ കിട്ടുകിട്ടാ പേടിച്ചു. ഒരു വാക്കുകൂടെ പുറത്തു വന്നു, കുലനാശം ഭവിഷ്യതി. അവരങ്ങോട്ട് പോയി. കുട്ടികളെ നെഞ്ചത്തടിച്ച് കരയാണ്. വേഗം കട്ടഴിച്ച് നോക്കുമ്പം ഒരു ഇരുമ്പ് തണ്ട്. അതിനെ കരിങ്കല്ല് വെച്ച് ഒരച്ചൊരച്ച് ഇനി പതങ്ങാനും വീണ് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി കടലിൽ കൊണ്ടുവരുന്നു. ദ്വാരക എന്ന് പറഞ്ഞാൽ കടൽ തീരാണ്.
ഒരു കഷ്ണം ബാക്കിയുള്ളത് കടലിലേക്ക് ദൂരേക്ക് വെച്ചു. അത് വീഴുന്ന സമയത്ത് ഒരു മത്സ്യം വീഴുന്നു. അതിനെ ഒരു മുക്കുവൻ പിടിച്ചു എന്നും ആ മുക്കുവൻ മത്സ്യം വിറ്റപ്പോൾ ആ മത്സ്യത്തിന് മേടിച്ച കൂട്ടത്തിൽ ആ മത്സ്യം വാങ്ങിച്ചതൊരു വേടനായി. വേടന്റെ ഭാര്യ മത്സ്യമൊക്കെ കീറി അതിനെ കറി വയ്ക്കാനൊക്കെ നോക്കുമ്പോൾ ഈ കീറുന്ന സമയത്ത് ഇരുമ്പിന്റെ കഷ്ണം കിട്ടി. വേടൻ ആ ഇരുമ്പിന്റെ കഷ്ണത്തെ ഒരു കൊല്ലന്റെ കയ്യിൽ കൊടുത്ത് മൂർച്ചയുള്ള അസ്ത്രമാക്കി. കൃഷ്ണന്റെ മരണത്തിന് കാരണം കൃഷ്ണന്റെ കുലത്തിൽ തന്നെ ആയുധം തയ്യാറാക്കി. ഇപ്പോൾ അതൊക്കെ സത്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരുമ്പ് കഷ്ണങ്ങൾ, ഇരുമ്പിന്റെ പൊടികളുണ്ടല്ലോ, അതെല്ലാം പുല്ലും മറ്റും വലിച്ചെടുത്ത് ചില പുല്ലുകൾക്ക് അത്ര മൂർച്ച കൂടി. ഇരുമ്പിന്റെ അംശം കൂടുന്തോറും അതിന്റെ ഷാർപ്പ്നെസ് കൂടും. രകപ്പുല്ലുകൾ എന്ന് പറഞ്ഞാൽ ചില ദർഭപ്പുല്ലൊക്കെ ഉണ്ടല്ലോ, കയ്യിൽ തട്ടിക്കഴിഞ്ഞാൽ ബ്ലേഡ് പോലെ മൂർച്ചയുണ്ട്. പിന്നീട് കൃഷ്ണന്റെ മക്കൾ ഈ പുല്ല് വലിച്ചെടുത്തിട്ടാണ് തമ്മിൽ വെട്ടിക്കൊല്ലുന്നത്. കൃഷ്ണന്റെ കുലം നശിക്കുകയാണ് ലാസ്റ്റ്. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചവനെ ഇടിവെറ്റേറ്റു എന്ന് പറഞ്ഞ പോലെയാണ്. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ പോരാ നിൽക്കുമ്പം ഗാന്ധാരി പറഞ്ഞു, എനിക്ക് കാണണം, കുരുക്ഷേത്ര യുദ്ധത്തിൽ നീ വരണം എൻ്റെ കൂടെ. അങ്ങനെ യുദ്ധഭൂമിയിൽ കൊണ്ട് കാണിച്ചു കൊടുത്തു. സഞ്ജയൻ പറഞ്ഞു കൊടുത്തു ഏതാ നടന്നത്. അതൊക്കെ സമയം ഒരുപാട് എടുക്കുന്നതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോവാണ്. ഓരോരുത്തരും മരിച്ച രംഗങ്ങളൊക്കെ പറഞ്ഞു. ദുര്യോധനൻ മരിച്ച സ്ഥലം പറഞ്ഞപ്പോൾ ദുര്യോധനൻ കരഞ്ഞ കരച്ചിൽ ഭൂമിയെ തന്നെ നിശ്ചലമാക്കിയോ എന്നൊരു സംശയം. തൻ്റെ മകന്റെ മരണം. ഇതെല്ലാം കഴിഞ്ഞ കൃഷ്ണന്റെ കണ്ണിലേക്ക് നോക്കി, നീ ചിരിക്കുകയാണല്ലേ കൃഷ്ണ, ഒരു കുലം തകർത്തിട്ട്. ഈ അമ്മ ഈ കുരുക്ഷേത്ര മണ്ണിൽ പ്രതിജ്ഞ ചെയ്യാണ്, ഇന്ന് തൊട്ട് 36 വർഷം കഴിഞ്ഞാൽ നിന്റെ കുലവും തമ്മിലടിച്ച് നശിക്കട്ടെ. ഇതും ഒരു സ്ത്രീ ശാപവും പിടിച്ചു പറ്റി. ഇന്നിപ്പോ അതൊക്കെ കൂടെ വന്നു. ഇതൊക്കെ കണ്ട് ഭയം കൂടി സ്വസ്ഥത നഷ്ടപ്പെട്ട വസുദേവൻ നാരദരോട് ചോദിക്കുകയാണ്, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ശാന്തിയില്ല. കൃഷ്ണൻ എൻ്റെ പുത്രനാണ്, ഞാൻ കൃഷ്ണന്റെ പിതാവാണ്. പക്ഷെ മനസ്സിന് സ്വൈര്യമില്ലെങ്കിൽ എന്ത് കൃഷ്ണനുണ്ടായിട്ട് എന്താ കാര്യം? എനിക്ക് മനസ്സിനൊരു സമാധാനം വേണം, മനസ്സിനൊരു ശക്തി വേണം, മനസ്സിനൊരു ധൈര്യം വേണം. അങ്ങ് എനിക്ക് വഴി കാണിച്ച്. അപ്പൊ നാരദ മഹർഷി അതിന് വഴി പറഞ്ഞു കൊടുക്കുന്നതാണ്. പറഞ്ഞു, അങ്ങയ്ക്കുള്ള ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ആദ്യം പറയും. ഞാൻ ആശ്ചര്യപ്പെടുന്നു, സാക്ഷാൽ കൃഷ്ണന്റെ പിതാവാണല്ലോ ഇത് ചോദിക്കുന്നത് എന്ന്. ഗംഗയുടെ തീരത്തുനിന്ന് അങ്ങ് മറ്റൊരു തീർത്ഥത്തിൽ പോയി കുളിക്കുന്ന പോലെയാണത്. ഏതായാലും അങ്ങ് ചോദിച്ച സ്ഥിതിക്ക് അതിനുള്ള ഉത്തരം, പണ്ട് നിമി മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നവയോഗികൾ എന്ന കുറച്ച് ആളുകൾ വന്നിരുന്നു. അപ്പൊ നിമി മഹാരാജാവും ഇത്തരം ഒരു വിഷമത്തിലൂടെ കടന്നുപോയ ആളായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ച ചോദ്യം അവർ കൊടുത്ത ഉത്തരവും ഞാൻ കേട്ടു. അത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞ് പണ്ട് താൻ കേട്ട നിമി നവയോഗി സംവാദത്തെ പുനരാവിഷ്കരിക്കുകയാണ് നാരദൻ. അപ്പൊ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ ഉത്തരം അതിഗംഭീരമാണ്. ഇത് നമ്മൾ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഭയം കഥം നിവർത്തതേന. ഭയത്തെ എങ്ങനെ നമുക്ക് നിവർത്തി ചെയ്യാൻ പറ്റും? ഈ ഭയം എന്ന് പറയുന്നതുണ്ടല്ലോ, ചില്ലറ സാധനമല്ല. നമ്മളെ ഭയത്തെ നിസ്സാരമായി കാണുന്നവരാ. എന്നാൽ ഭയമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവും, ഭയമാണ് നമ്മുടെ അന്ധകനും. പലരും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിക്കുന്നത് കേട്ടില്ലേ? ഉണ്ടോ? ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ല മരിക്കുന്നത്. പാവം, ഹാർട്ടിനല്ല അതിന്റെ പ്രശ്നം. ഹാർട്ടുകാരനല്ല തകർന്നത്. കാരണം അതിന്റെ പ്രധാന കാരണക്കാരൻ ഭയമാണ്. ഭയം കൊണ്ട് അടിച്ചു പോവാണ്. കാരണം ഈ നെഞ്ച് എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ കൊണ്ടോ നെഞ്ചിൽ പെയിൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ, നെഞ്ചിൽ നല്ല വേദന വരുമ്പോൾ ഭയം കൂടി വരും. ചിലർക്ക് ശ്വാസം എടുക്കാൻ പറ്റാതെ. ഭയം കൂടും തോറും ശ്വാസം ഒട്ടും എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ബ്ലഡിലേക്ക് ഓക്സിജൻ വരുന്നത് സസ്പെൻഡഡ് ആവും. അപ്പൊ ആളടിച്ചു പോയി. വാസ്തവത്തിൽ ഭയമാണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ഈ ഹാർട്ട് പേഷ്യന്റിന് ഇങ്ങനെ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത പാൽപിറ്റേഷൻ തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
നെഞ്ചില് നല്ല ഇടിയൊക്കെ കൊടുക്കണം. ചില സമയത്ത് ഈ ഭർത്താവ് മരിക്കുന്നതിൻ്റെ ഒരു കാരണം ഭാര്യയും കൂടിയാണ്. ആരും നെഞ്ചുവേദന എടുത്തിട്ട് ഈ മനുഷ്യൻ എരിപൊരി കൊള്ളുമ്പോൾ ഭാര്യ സ്വന്തം നെഞ്ചിൽ അയ്യോ ഇയാൾ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം നെഞ്ചിലടിക്കും. ആ ഇടി ആർക്ക് കൊടുത്താൽ മതി? ആ ഇടി ആർക്ക് കൊടുത്താൽ മതി? ഒരുവിധം ഭർത്താക്കന്മാരെ നേരത്തെ പറഞ്ഞേക്കുന്നതിൽ ഭാര്യമാർക്ക് നല്ല പങ്കുണ്ട്. കാരണം സ്വന്തം നെഞ്ചിലടിക്കുമ്പോൾ മറ്റേ മനുഷ്യന്റെ നെഞ്ചു പോയി കിട്ടും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് പൊതുവെ കാണുന്നത്. കാരണം ഈ വെപ്രാളം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പണ്ടൊരു കാരണവർ പറഞ്ഞ പോലെയാണ്. ഒരു കാരണവർ നോക്കുമ്പോണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പശു പാവം വെള്ളം കുടിക്കാത്തോണ്ട് അറിയില്ല, വല്ലാതെ ഒരു അസഹ്യത, ഒരു അസ്വസ്ഥത. ഇദ്ദേഹം മകനോട് പറയാം, എടാ ഉണ്ണി കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുവാ. അതിന്റെ കഷ്ണം അതിനെ കണ്ടിട്ട് എനിക്ക് സങ്കടം തോന്നുന്നു. ഇവൻ ഒരു നല്ലോണത്തിരി ഒരു ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് അച്ഛൻ്റെ അടുത്ത് കൊടുത്തു. അതിന്ന് ആ വെള്ളം തൻ്റെ വായിൽ ഒഴിച്ചിട്ട് പറയാം, എനിക്ക് ഇങ്ങനത്തെ ഓരോ കാഴ്ച കണ്ട വെള്ളം കുടിക്കാൻ തോന്നുന്നു, ഇനി കൊണ്ടുപോയിക്കോളൂന്ന്. അതിന് വെള്ളം കൊടുക്കാനല്ല തോന്നുന്നത്, എനിക്കിങ്ങനത്തെ ഓരോ കാഴ്ച കണ്ടാൽ വെള്ളം കുടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. ചിലർ സ്വന്തം നെഞ്ചിലടിച്ച് ഭർത്താവ് പോകേണ്ട സ്ഥലത്ത് പോയിട്ടും ഉണ്ടാവും. അപ്പൊ ഈ ഭയം പല കാരണങ്ങളാലാണ്. ഒരുവിധം കുട്ടികളൊക്കെ ഇന്റർവ്യൂവിൽ തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ്? അവർക്കൊരു ട്വിസ്റ്റിംഗ് ക്വസ്റ്റ്യൻ വരുമ്പം ഭയം ഉണ്ടായി, ഇതറിയില്ല എന്നുള്ളത്. അപ്പം പറയുന്നൊക്കെ അബദ്ധമായിരിക്കും. അപ്പം പിന്നെ ഉത്തരം തെറ്റി ഇന്റർവ്യൂവിൽ തോറ്റു. ഈ ഭയത്തെ മാനേജ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ പിന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അപ്പൊ നിങ്ങളുടെ മാല അടിച്ചു പോകുന്ന സമയത്ത് ചിലപ്പം മാല കൊടുത്താൽ പോലും നിങ്ങൾ അയാളുടെ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിച്ചു നോക്കൂ. വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി, അവന് അപ്പം തോന്നുന്നതായിരിക്കും അത് ഡൂപ്ലി സാധനമാണെന്നാണ്, കുന്നംകുളം മോഡലാണെന്നാണ്, അല്ലേ? ഇമിറ്റേറ്റ് ഗോൾഡാന്ന് വിചാരിച്ചിട്ട് അവൻ മുഖത്തേക്ക് എടുത്തിട്ട് പോകും. നേരെ മറിച്ച് അവൻ വാങ്ങിച്ചോട്ടു പേടിച്ചു വരന്റെ നെഞ്ചത്ത് കൈവച്ച് ഞാൻ എന്ന് പറഞ്ഞാൽ അവനപ്പം മനസ്സിലായി അത് സ്വർണ്ണാണെന്ന്. അപ്പൊ നമ്മുടെ ഒരു എക്സ്പ്രഷൻ അതിൽ വളരെ പ്രധാനമാണ്. ആണോ? ഇപ്പൊ കഥം ഭയം നിവർത്തത്തെ. ഇപ്പൊ ഭയത്തെ നേരിടാൻ എന്താണ് വഴി? ഞാൻ ഇവിടെ ഒന്ന് വേഗം പറഞ്ഞു പോണേ, സമയമില്ലാത്തതുകൊണ്ട്. ഭയം ദ്വിതീയാഭിനിവേശതസ്യൽ. ഞാൻ വായിക്കുന്നത് 11-ാം സ്കന്ധം 2-ാം അധ്യായം. പലരും ഭാഗവത പുസ്തകം നോക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പറയാണ്. 11-2-37. ഭയം ദ്വിതീയാഭിനിവേശതസ്യൽ ഈശാദപേദസ്യ വിപര്യോസ്മതി ത്വന്മായോ ബുധ ആപജിത്തം ഭക്തികയേശം ഗുരുദേവതാത്മാ. കുറച്ചുകൂടിയും എളുപ്പം നാരായണി ആയതുകൊണ്ട് നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് അത് തന്നെ അങ്ങോട്ട് എടുത്തു ആശയം മുഴുവൻ. 91-ാം ദശകത്തിൽ അദ്ദേഹം 3-ാം ശ്ലോകത്തിൽ അദ്ദേഹം പറയും, ഭീതിർനാമദ്വിതീയൽ ഭവതിനനുമന കൽപ്പിതം ചദ്വിതീയം ഏനൈക്യാഭ്യാസശീലോ ഹൃദയമിഹ യഥാ ശക്തിബുദ്ധ്യാ നിരുന്ധ്യാം മായാവിദ്യേതു തസ്മിൻ പുനരപി തദാ ഭാതി മായാദിനാദം തം ത്വാ ഭക്ത്യാം സതതമനുഭജൻ ഈശഭീതിം വിജഹ്യം. ഭയം നമുക്ക് അതിവർത്തിക്കാൻ സാധിക്കും. അതിനെന്താ വേണ്ടത്? ആദ്യം മനസ്സിലാക്കണം, ഈ ഭയം എന്നത് നമ്മുടെ ബോധ മനസ്സിൽ തട്ടുമ്പോൾ, നിങ്ങളൊരു സ്ക്രീനും സീനും നോക്കിയാൽ മതി. സ്ക്രീനിലാണ് സിനിമയുടെ സീൻ വരുന്നത്. അപ്പൊ ആ സ്ക്രീനിൽ വന്ന് സീൻ തട്ടുമ്പോൾ നമ്മൾ സ്ക്രീനിനെ ഒരിക്കലും കാണില്ല. കാണുമോ? നമ്മൾ ആ സിനിമ മാത്രമേ കാണൂ. ഇതുപോലൊരു ഭയം ഉണ്ടാകുമ്പോൾ ബോധത്തിലാണ് ആ ഭയം ഉണ്ടായതെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. ഏതൊരു വ്യക്തിയിലെ ബോധശക്തിയാണോ ദുർബലം, അവര് ഭയത്തിനടിമപ്പെടും. ദ്വിതീയ എവിടെയാണ് ഈ ഭയം വരുന്നത്? നമ്മുടെ ബോധ മനസ്സിലാണ്. ആണോ? ഇപ്പൊ ബോധ മനസ്സിൽ ഭയം വന്നില്ല. ഇപ്പൊ നോക്കൂ, കൊച്ചുകുട്ടിയുടെ ബോധ മനസ്സിൽ ഭയം വരാത്തോണ്ടാണ് തീ പോയി പിടിക്കുന്നത്. കൊച്ചുകുട്ടികളുടെ ബോധ മനസ്സിൽ ഭയം വരാത്തോണ്ടാണ് അത് പാമ്പിനെ പോയി തൊടാൻ പോകുന്നത്. ആണോ?
കൊച്ചുകുട്ടിയുടെ മനസ്സിൽ ഭയം വരാത്തതുകൊണ്ടാണ് അത് വെള്ളത്തിൽ പോയി ചാടാൻ പോകുന്നത്. അതിന് പേടിയില്ല. നിങ്ങൾ കടൽ തീരത്ത് അവിടെ കൊണ്ട് കുട്ടികളെ വെച്ച് നോക്കൂ, കൊച്ചു കുട്ടികളെ അത് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോ. കാരണം അതിന് കോൺസിക്വൻസിനെ കുറിച്ച് പറയൂ അറിയില്ലേ, ബോധമില്ല. ആണോ അല്ലയോ? അപ്പം അതിൻ്റെ ബോധമണ്ഡലത്തിൽ ആ ഭയം തട്ടുന്നില്ല. എന്താ നമ്മുടെ ബോധമണ്ഡലത്തിൽ ആ ഭയം തട്ടുന്നുണ്ട്. അങ്ങനെ ബോധമണ്ഡലത്തിൽ ഭയം തട്ടുമ്പോൾ ആ ഭയത്തിലേക്ക് വീണുപോവാതിരിക്കാൻ നമ്മുടെ ബോധമണ്ഡലത്തിനെ പരിശീലിപ്പിച്ചെടുത്താൽ ഭയത്തെ ജയിക്കാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും? നമ്മുടെ സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ട് ഞാൻ നാളെ പറയുന്നുള്ളൂ. കാരണം ഇന്ന് നമുക്ക് സമയം കുചേല ചരിതത്തിൻ്റെ സമയമായി. അതാണ്, കുചേലനാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ആ കഥയിലേക്ക് കടന്ന് കുചേല ചരിതം നമുക്കൊന്ന് വേഗം പറഞ്ഞ് ആ കഥ ആവിഷ്കാരം കാണാം. അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ്. 80ഉം 81ഉം അധ്യായം. ഏതാണ്? 80ഉം 81ഉം അധ്യായം. അപ്പൊ കൃഷ്ണൻ പണ്ട് ഗുരുകുലത്തിൽ പഠിക്കുമ്പോൾ, കൃഷ്ണനും സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് സ്കൂളിന് ഗുരുകുലം എന്ന് പറയാം. കൃഷ്ണൻ മധുരയിൽ നിന്നും പോകുന്നത് ഉജ്ജയിൻ എന്ന് പറയുന്ന മധ്യപ്രദേശിലാണ് ഉജ്ജയിൻ. അവിടെയാണ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമം. അവിടെയായിരുന്നു അദ്ദേഹം കൃഷ്ണൻ ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തത്. 64 ദിവസമാണ് കൃഷ്ണൻ ഗുരുകുലത്തിലുണ്ടായത്. അന്ന് കൃഷ്ണന് കിട്ടിയ സുഹൃത്തായിരുന്നു ആര്? സുധാമ. കാലം മുന്നോട്ട് പോയി. ഗുരുകുലത്തിൽ നിന്ന് കൃഷ്ണൻ ദ്വാരകയിലേക്ക് എത്തി. സുധാമാവും പോയി, കല്യാണമൊക്കെ കഴിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ജപം ജപം ജപം, ധ്യാനം. ഭാര്യ പറഞ്ഞു, അങ്ങേക്കതാണ് ഇഷ്ടമെങ്കിൽ ആ വഴിക്ക് പോവും, ഞാൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ച് തരാം. അപ്പൊ വീടൊന്നും ശ്രദ്ധിച്ചില്ല. വീടൊക്കെ അങ്ങോട്ട് ചോർന്നൊലിക്കുന്ന വീടായി. ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ട് ഒപ്പിച്ച വീടായി. പിന്നെ ഇവിടെ പിന്നെയും ചോർന്നൊലിക്കില്ല, മറ്റേ മൊത്തം ചോർച്ചയാണ് പാവം. അത് കഴിഞ്ഞ് കിട്ടുന്നത് എന്താണോ കൊണ്ടുവന്നത് അത് വെച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ളൊരു ദരിദ്ര കണ്ടു കഴിഞ്ഞാൽ കുടുംബമായി കുചേലന്റെ. അപ്പൊ ഇങ്ങനെ ഭാര്യ ചോദിച്ചു, എനിക്കറിയാം അങ്ങയുടെ ജീവിതം ഇങ്ങനെയാണെന്ന്, പക്ഷെ നാട്ടുകാർ പറയില്ലേ എന്നോട് അങ്ങയെ ഞാൻ വേണ്ട പോലെ നോക്കുന്നില്ല, കാരണം ശരീരമൊക്കെ മെലിഞ്ഞു, വേണ്ടതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങയുടെ സതീർത്ഥ്യനായ കൃഷ്ണനെ ഒന്ന് പോയി കണ്ടുകൂടെ? നമുക്കൊന്നും വേണ്ട, ഒന്ന് പോയി കാണുവോ? അങ്ങ് ഒന്ന് പോയി കണ്ടുകൂടെ? അങ്ങനെ ചോദിക്കുകയാണ്, ഒന്ന് പോയി കണ്ടുകൂടെ? അപ്പൊ ആദ്യമൊക്കെ വേണോ ദേവി, കൃഷ്ണനെ ബുദ്ധിമുട്ടിക്കണം? അപ്പം പറഞ്ഞു, നോക്കൂ അങ്ങയുടെ ഇഷ്ടം. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചും പറഞ്ഞു, ശരി ആ കൃഷ്ണനെ ഒന്ന് പോയി കാണാം, പക്ഷെ കിഞ്ചിത് തീയത വല്ലതും കൊടുക്കാൻ ഉണ്ടോ ദേവി? ദേവി ഉടനെ അവിടെ നിന്ന് ഓടി ഒരു വീട്ടിൽ ചെന്ന് യാചിത്വ ചതുരോന്മുഷ്ടീൻ പ്രതുകതണ്ട 4 പിടി അവലി യാചിച്ച് ശൈലകണ്ഠേന താൻ ബദ്ധ്വ നല്ലൊരു തുണിക്കഷ്ണത്തിൽ കെട്ടി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അതേ എവിടെ വെച്ചു? എന്നാ സത്യത്തിൽ കക്ഷത്ത് വെച്ചു എന്നില്ല കേട്ടോ. അത് രാമപുരത്ത് വാര്യർ അദ്ദേഹത്തിന്റെ ആ ഒരു വള്ളപ്പാട്ടിന് വേണ്ടി എഴുതിയപ്പോൾ ഉത്തമമായ പുസ്തകം ഒരു കയ്യിലുമുണ്ട്, മറ്റേ കയ്യിലാണെങ്കിൽ കൊടയും വടിയുണ്ട്. അപ്പൊ പിന്നെ അവര് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കക്ഷത്തിങ്കലിറുക്കിക്കൊണ്ടും എന്നെഴുതി വെച്ചു എന്നല്ലാതെ ഭാഗവതത്തിൽ കക്ഷത്ത് വെച്ചു എന്നില്ല. കാരണം വ്യാസഭഗവാൻ എഴുതിയ ഭാഗവതത്തിൽ കഴിക്കുന്ന സാധനത്തെയും കക്ഷത്ത് വെക്കാൻ സമ്മതിക്കില്ല. അതും നല്ല ഏപ്രിൽ മെയ് മാസത്തിലൊക്കെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ആ കാലത്തൊക്കെ ഈ ഏപ്രിൽ മാസത്തിലൊക്കെ ഈ സാധനം കക്ഷത്ത് വെച്ചു കഴിഞ്ഞാൽ മിക്കവാറും കൃഷ്ണൻ പറയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ മതിയെന്ന്. അതല്ല കഴിക്കാൻ പറ്റിയ സാധനം, എന്തോ ഒരു സുഗന്ധം. ആരെങ്കിലും കക്ഷത്ത് വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുപോകാറുണ്ടോ? പലഹാരം വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാരെങ്കിലും, ഞാൻ നിങ്ങളെ ചിരിപ്പിക്കല്ല, ആരെങ്കിലും കൊണ്ടുപോവോ? കഴിക്കാനുള്ള സാധനം കക്ഷത്ത് വെച്ച് കൊണ്ടുപോകുന്നവരുണ്ടോ? ഇല്ല. കാരണം അതിനാ ദുർഗന്ധം വരും. കാരണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പെട്ടെന്ന് വേർക്കുന്ന സ്ഥലം നമ്മുടെ കക്ഷം തുടങ്ങിയുള്ള ഭാഗങ്ങളാണ്, ആണോ? അപ്പൊ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാല്ല. അതുകൊണ്ട് കക്ഷത്ത് വെച്ചു എന്നില്ല, അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് പോവാണ്. കൃഷ്ണദർശനം മേസ്യാൽ, കൃഷ്ണനെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുമല്ലോ. അങ്ങനെ പോയി ദ്വാരകയിലെത്തി.
കൃഷ്ണനാണെങ്കിലോ രാവിലെ മുതൽ വീട് വൃത്തിയാക്കുക, ഇടയ്ക്കിടയ്ക്ക് വിൻഡോ കർട്ടനൊക്കെ മാറ്റി നോക്കുക. അപ്പൊ രുക്മിണി ദേവിയൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ ഒരു പ്രത്യേകത, ഇന്ന് ആരെങ്കിലും വരുന്നുണ്ടോ ഭഗവാനെ? പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ പീഠമൊക്കെ ഇരിക്കാനുള്ള പീഠങ്ങളൊക്കെ റെഡിയാക്കി, അതേപോലെ തന്നെ കാല് കഴുകാനുള്ള സംവിധാനം, ഇങ്ങനെ ഓരോ സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ആരോ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഇന്ന് വരുന്നുണ്ട്. അങ്ങനെ കൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും. അങ്ങനെ നോക്കുമ്പോഴതാ ദൂരെ നിന്ന് തൻ്റെ സതീർത്ഥ്യൻ അങ്ങനെ ഒരു കീറിപ്പൊളഞ്ഞ കൊടയൊക്കെ പിടിച്ച് പതുക്കെ പതുക്കെ വരുന്നു. പ്രത്യേകിച്ച് എക്സ്റേ എടുക്കേണ്ട കാര്യമില്ല. ആര്? സുധാമാവിക്ക്. കാരണം ശരീരം കണ്ടു കഴിഞ്ഞാൽ തന്നെ എക്സ്റേ ചിത്രമാണോ സംശയം വരും. കാരണം മാംസം എന്ന് പറയുന്ന സാധനം ഇല്ല, എല്ല് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഒരു സുധാമാവിന്റെ വരവ് നമുക്ക് നോക്കാം. 81 അധ്യായമാണ്. അതിൻ്റെ ഒരു രസം കിട്ടാൻ വേണ്ടിയിട്ട് പറയണം. ആ കൃഷ്ണൻ കണ്ട ഉടനെ എന്താണ് ചെയ്തതെന്ന്. തമ്പിലുക്യാച്യുതോ ദൂരാൽ പ്രിയാപര്യങ്കമസ്ഥിതം സഹസൊത്തായ ജാവിദ്യം ദോഭ്യം പര്യഗ്രഹിന്മുതാം സഖ്യപ്രിയസ്യ പര്യങ്കേം സഖ്യപ്രിയസ്യ വിപ്രശേം അംഗസംഗാദി നിർവൃതാം പ്രീതോ വിമുഞ്ചത ബിന്ദുൻ നേത്രാഭ്യം പുഷ്കരക്ഷണ അദോപവേശ്യ പര്യങ്കേ സ്വയം സഖ്യോ സമർപ്പണം ഉപഹൃത്യാവനിജ്യാസോ പാദാവനിജനി അഗ്രഹീശ്വരസാരാജൻ ഭഗവാൻ ലോകപാവന അഗ്രഹീശ്വരസാരാജൻ ഭഗവാൻ ലോകപാവന വെലിമ്പിൽ ദിവ്യഗന്ധേന ചന്ദനാകരുകുങ്കുമൈ ധൂപൈസുരഭിമിത്രം പ്രദീപാവലിഭിർമുദാം അർച്ചിത്വാ വേദ്യതാംബൂലം കാം ച സ്വാഗതമബ്രവീൽ കുജൈലം മലിനം ക്ഷാമം ദ്വിജം ദമനി സന്തതം ദേവി പര്യജരൽ സാക്ഷാൽ ചാമരവ്യജനേന വൈ അന്തഃപുരതനോ ദൃഷ്ടാം കൃഷ്ണേനാമലകിത്തനാം വിസ്മിതോപോലതിപ്രീത്യാം വദൂതം സപാദിതം കിം മനേന കൃതം പുണ്യം അവധൂതേന ഭിക്ഷുനാം ഷിയാഹീനേന ലോകസ്മിൻ ഗർഹിതേനാഥമേന ച തുടങ്ങിയ വരികൾ ഭാഗവതത്തിലെ സുന്ദര വരികളാണ്. ഭഗവാൻ ദൂരെ നിന്ന് കണ്ട് സഹസവുത്തായ അവിടെ നിന്ന് ചാടി എണീറ്റ് ഓടുകയാണ് കൃഷ്ണൻ. പരിഗ്രഹീത് കെട്ടിപ്പിടിച്ചു എന്നാ. കൃഷ്ണന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വീണു. കൂട്ടിക്കൊണ്ടുവന്ന് തൻ്റെ പര്യങ്കത്തിലിരുത്തി കാലുകൾ ഒരു പാത്രത്തിൽ വെച്ച് ഭഗവാൻ കഴുകിയിട്ട് ഭഗവാൻ പൂജിച്ചു, അർച്ചിച്ചു ആവയും. എന്നിട്ട് ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മാലയണിയിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, അദ്ദേഹത്തിനെ നിവേദിക്കുന്നു, ധൂപം കർപ്പൂരമൊക്കെ കാണിക്കുന്നു. ഇതെല്ലാം ചെയ്ത് ഭഗവാൻ നമസ്കരിക്കുകയാണ്. എല്ലാവരും നോക്ക്, എന്താ ഈ കാണിക്കുന്നത്? ഇങ്ങനെയൊന്നും കൃഷ്ണൻ ഇതുവരെ ചെയ്യുന്നത് കണ്ടിട്ടില്ലല്ലോ. ധാരാണ് അത്രയും വലിയ മഹാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുകയാണ് എല്ലാവരും അത്ഭുതത്തോടെ. അപ്പോഴേക്കും ഭഗവാൻ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്കും ഭഗവാന്റെ പത്നിമാരായ രുക്മിണീ ദേവിയും ശ്രീഭാമിയൊക്കെ അങ്ങോട്ട് പെഞ്ചാമരക്കം എടുത്ത് വീശാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സമയത്ത് ഇവര് നോക്കുമ്പോൾ ഈ ബ്രാഹ്മണരാരാണ്? എന്താ ഭഗവാൻ ഇത്രയധികം ആദരിക്കാൻ കാരണം? ഇവിടെ പഠിച്ച സമയത്ത് പഴയ കഥകളൊക്കെ ഓർക്കുന്നുണ്ടോ? ആ കഥകളൊക്കെ ഒന്ന് ഓർമ്മിച്ചു.
ഓർമ്മിപ്പിച്ചു. എന്തൊക്കെയാണ് അങ്ങക്ക് ഓർമ്മയുണ്ടോ, എന്താണ് കാര്യങ്ങളെന്ന്. അങ്ങൊക്കെ പറഞ്ഞ സമയത്ത് സുധാമാവ് ഓർമ്മയുണ്ട്, ഒന്നും മിണ്ടണില്ല. ഓർമ്മയുണ്ട്, 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 ഓർമ്മയുണ്ട്. എന്നിട്ട് പറഞ്ഞു, പണ്ട് ഗുരുകുലത്തിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഗുരു പത്നി പറഞ്ഞു, കത്തിക്കാൻ വിറക് തീർന്നു എന്ന് പറഞ്ഞതും, അങ്ങനെ വിറകിന് വേണ്ടി നമ്മൾ കാട്ടിപ്പോയതും ഇതുപോലെ. ഇതല്ല മഴ, പെരും മഴ. മഴ എന്ന് പറഞ്ഞാൽ തമർത്തു പെയ്യുന്ന മഴ. നമുക്ക് പുറത്തു വരാൻ പറ്റാതെ കാട്ടിൽ പെട്ടുപോയി. അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടിയത് കെട്ടിപ്പിടിച്ച് ഭയന്ന് വിറച്ച്. എന്തായിരുന്നു അന്നത്തെ ഒരു ദിവസം. കൃഷ്ണൻ അതൊക്കെ അങ്ങോട്ട് അഭിനയിച്ചപ്പോ സ്വാമിമാവ് പറഞ്ഞ ഓർമ്മയുണ്ട്. പിറ്റേന്ന് രാവിലെ ഗുരു നമ്മളെ കാണാതെ വിഷമിച്ച് പുലർച്ച സമയത്ത് അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ നനഞ്ഞ് പിണ്ടങ്ങളായ 2 എണ്ണം നമ്മളെ മാറോട് ചേർത്തെന്ന് കൃഷ്ണൻ അനുഗ്രഹിച്ചു. മാറോട് ചേർത്തെന്ന് ഗുരു അനുഗ്രഹിച്ചു. അന്ന് ഗുരു അനുഗ്രഹിച്ച ശക്തിയാണ് ഇന്ന് നമ്മുടെ ആത്മശക്തിയായിട്ടുള്ളത്. അതുകൊണ്ട് സുധാമാവേ, നമ്മുടെയൊക്കെ ശക്തി ഗുരുർ അനുഗ്രഹേണൈവ പുമൻ പൂർണ്ണ പ്രശന്തയേ. ഒരാളുടെ ഏറ്റവും വലിയ ശക്തി എന്താണ്? ഗുരു അനുഗ്രഹേണൈവ പുമൻ പൂർണ്ണ പ്രശന്തയേ. ഗുരുവിൻ്റെ അനുഗ്രഹ ശക്തിയാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിലെത്തിയത്. നോക്കൂ, സുധാമാവ് ഏതവസ്ഥയിലാണ്, അതുപോലെ കൃഷ്ണൻ ഏതവസ്ഥയിലാണ്. അപ്പോൾ ഉടനെ സുധാമാവ് പറഞ്ഞു, എല്ലാം അറിയുന്ന ജഗദ്ഗുരു, അങ്ങയുടെ കൂടെ 64 ദിവസം കഴിയാൻ സാധിച്ചതിൽ പരം, ഇതിൽ പരം ഒരു സുഹൃതം ഇനി എനിക്കെന്ത് വേണം? അങ്ങ് അല്ലേ എല്ലാവരുടെയും ഗുരു എന്ന് പറഞ്ഞ കൃഷ്ണനെ അങ്ങോട്ട് തൊഴും നമസ്കരിക്കും. ആ സമയത്ത് കൃഷ്ണൻ ചോദിക്കുകയാണ്, അല്ല സുധാമാവേ, അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പം എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരാതിരിക്കില്ല? കിം, എന്തെങ്കിലും ഒന്ന്, എന്താണ് കിഞ്ചിത്, എന്തെങ്കിലും ഉണ്ടാവാതിരിക്കില്ല? എന്താണ് അങ്ങയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എനിക്ക് വേണ്ടി അങ്ങയുടെ പ്രിയ പത്നി തന്നയച്ചത്? അപ്പൊ ഇത് കേട്ടപ്പോൾ സുധാമാവിന് മനസ്സിലായി, അവില് കൊടുക്കേണ്ട സമയമാണ്. സുധാമാവ് അവില് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഒളിപ്പിച്ചു വെച്ച് പറഞ്ഞു. എന്തായിരിക്കും ഒളിപ്പിച്ചു വെക്കാൻ കാരണം? എന്തായാലും കക്ഷത്ത് വെച്ചുകൊണ്ടല്ല, അല്ലാതെ ആദ്യമേ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ അത് ചിന്തിക്കേ വേണ്ട. കക്ഷവുമായിട്ട് അവില് യാതൊരു ബന്ധമില്ല. പിന്നെന്താണ് കൊടുക്കാതിരുന്നുള്ളത്? അത് ചിന്തിക്കണം. കൃഷ്ണന് ഒന്നും അങ്ങോട്ട് കൊടുത്തില്ല. അപ്പൊ കൃഷ്ണൻ ചിന്തിച്ചു, എന്തായി സുധാമാവ് എനിക്കൊന്നും തരാത്തത്? അപ്പൊ മനസ്സിലായി, എനിക്ക് സുധാമാവ് അവില് നീട്ടിയാൽ ഞാനും ഇതുപോലെ വല്ലതും കൊടുക്കുമ്പോൾ കൈനീട്ടണം. എൻ്റെ മുന്നിൽ കൈനീട്ടാൻ ഈ സുധാമാവ് തയ്യാറില്ല. കൃഷ്ണന്റെ മുന്നിൽ സുധാമാവ് യാചിച്ചിട്ടില്ല. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന സുധാമാവ് കൃഷ്ണന്റെ മുന്നിൽ കൈനീട്ടിയില്ല. എന്നാൽ സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ സുധാമാവിന്റെ മുന്നിൽ കൈനീട്ടി. ആലോചിച്ചൊക്കെ വിരോധാഭാസം. കൃഷ്ണൻ കൈനീട്ടി, ആര് കൈനീട്ടിയില്ല? സുധാമാവ് കൈനീട്ടിയില്ല. അപ്പം ഭഗവാൻ വിചാരിച്ചു, എന്തിനാ സുധാമാവ് കൈനീട്ടുന്നത്? ഞാൻ അനുഗ്രഹിക്കല്ലേ എന്നങ്ങോട്ട് സങ്കല്പിച്ചതും അവിൽക്കിഴി പുറകിൽ ഒളിപ്പിച്ചു വെച്ചത് കണ്ടതും സുധാമാവിനെ നിക്കിളിപ്പെടുത്തി. എന്താ സുധാമാവ്, നിക്കിളിയൊന്നുമില്ലേ എന്നൊക്കെ പറഞ്ഞ് നിക്കിളിയൊക്കെ പെടുത്തി പതുക്കെ സുധാമാവിന്റെ കയ്യിൽ നിന്ന് അതിലങ്ങോട്ട് തട്ടിപ്പറച്ചു. അത് പിന്നെ കൃഷ്ണൻ എക്സ്പേർട്ടാണ് തട്ടിപ്പറച്ചെടുക്കുന്ന കാര്യത്തിൽ. കാരണം ജീവിതത്തിൽ ഒന്നും മര്യാദയ്ക്ക് എടുത്തിട്ടില്ല. ഭഗവാൻ സ്വയം ജഹാര കിമിതം ഇതി പൃതുകതണ്ടുല. കെട്ടഴിച്ചു, ഒരു പിടി അവിലെടുത്ത് വായിലിട്ടു. എന്നിട്ട് പറഞ്ഞു, ഹോ എന്റെ സുധാമാവേ, എന്തൊരു രുചിയുള്ള അവില്, എത്രയും രുചിയുള്ള ഒരു അവില്. തർപ്പയന്ത്യംഗമാം വീര, ഇത്രയും എൻ്റെ
എല്ലാ നാവിൻ്റെ രുചി അത്രയും ഞാൻ അത് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പിടി എടുക്കുമ്പോഴേക്കും രുക്മിണി ദേവി അതുവരെ വെഞ്ചാമരം വീശിക്കൊണ്ടിരുന്ന ദേവി വിശറിയൊക്കെ ഒരു ഭാഗത്തൊറ്റ പിടുത്താണ് കൃഷ്ണന്റെ കയ്യിൽ. കൃഷ്ണൻ രുക്മിണി ദേവിയുടെ കണ്ണിലേക്ക് നോക്കി. രുക്മിണി ദേവി പറഞ്ഞു, മതി. കൃഷ്ണൻ പിന്നെ അനുസരിക്കും. നീ ആരാടി ചോദിക്കാന്നുള്ള ധാർഷ്ട്യമൊന്നുമില്ല. മനസ്സിലായി. എൻ്റെ സുഹൃത്ത് കൊണ്ടുവന്ന് ഞാൻ കഴിക്കുന്നുള്ള ഭാവമൊന്നും വെച്ചില്ല. അവര് തമ്മിൽ കണ്ണുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ പറയുന്നത് കേട്ടു. സുധാമാവ് പിന്നെ അവരെ ഫാമിലി കാര്യത്തിൽ ഇടപെടാൻ പോയില്ല. അങ്ങനെ സുധാമാവിന്റെ മുന്നിൽ വെച്ച ഭഗവാൻ അവിൽ കിഴി രുക്മിണിയെ ഏൽപ്പിച്ചു. അപ്പൊ എന്തിനാണത്ര രുക്മിണി ദേവി കൈപിടിക്കുന്നത്? രുക്മിണി ദേവി മനസ്സിലാക്കുന്നു, കൃഷ്ണൻ അവിൽ കഴിക്കുമ്പോൾ സുധാമാവിന്റെ വീട് അക്വിസിഷൻ കഴിഞ്ഞ് അവിടെ വലിയ കൺസ്ട്രക്ഷനൊക്കെ തുടങ്ങി. വലിയ കൊട്ടാരം പോലത്തെ വീട്, അതിൻ്റെ ഫൗണ്ടേഷനും കഴിഞ്ഞ്, അതിൻ്റെ പ്ലാസ്റ്ററിങ്ങും കഴിഞ്ഞ്, അതിൻ്റെ പെയിന്റിങ്ങും കഴിഞ്ഞ്, ഫർണിച്ചറൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു പിടിയിൽ കൃഷ്ണൻ സങ്കല്പിച്ചു പോയതാണ്, രുക്മിണി കുറച്ച് ദിവസം അവിടെ പോയി വീട്ടുജോലി ചെയ്യട്ടെ എന്ന്. അപ്പൊ രുക്മിണി ദേവിയെ ട്രാൻസ്ഫറോട് കൊടുക്കുന്നതായിരുന്നു ഏത് രണ്ടാമത്തെ പിടി. എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ട കൃഷ്ണ, ഞാനിവിടെയൊക്കെ കഴിഞ്ഞു പോയിക്കോളാം. അപ്പൊ തന്നെ പോലും ആ സുധാമാവിന് വേണ്ടി ജോലിക്ക് നിർത്താൻ കൃഷ്ണന് മടിയുണ്ടായിരുന്നില്ല. അത്ര കൃഷ്ണൻ ആ സുധാമാവിനെ ആദരിച്ചു, കൈപിടിച്ചു. പിന്നെ അവിലൊക്കെ അവർക്ക് കൊടുത്തു. സുധാമാവായിട്ട് കഥകളൊക്കെ പറഞ്ഞ് രാത്രി കടന്നുറങ്ങി. പിറ്റേ ദിവസം കൃഷ്ണൻ ഉണരുന്നതിന് മുമ്പ് സുധാമാവ് അവിടെ നിറങ്ങി. എന്തിനാണെന്നറിയോ? വല്ലതൊക്കെ കിഴി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ട്. ഒന്നും വേണ്ട എനിക്ക്. പോയ പോലെ ആര് തിരിച്ചു വന്നു? സുധാമാവ് തിരിച്ചു വരികയാണ്. നിങ്ങളാണെങ്കിൽ വീട്ടിൽ കയറ്റുമോ? കേട്ടില്ലേ നിങ്ങൾ? പോയ പോലെ തിരിച്ചു വന്നാൽ ആ ഭർത്താവിനെ വീട്ടിൽ കയറ്റുമോ? എത്ര പേര് വീട്ടിൽ കയറ്റില്ല? എത്ര പേര് വീട്ടിൽ കയറ്റുന്നു വിചാരിച്ചിട്ട് അവരൊരു കൈപൊക്കിയത്? വീട്ടിൽ കയറ്റുമോ? വീട്ടിൽ കയറ്റുമോ? സുധാമാവ് പോയ പോലെ തിരിച്ചു വന്നു. നിങ്ങൾ അന്ന് ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ സുധാമാവിനെ വഴിയിൽ നിന്ന് കണ്ടാൽ ചോദിക്കുന്നതായിരിക്കും, കൃഷ്ണനെ കണ്ടിട്ട് വല്ലതും തടഞ്ഞു എന്നിരിക്കും. ഉണ്ടോ? എന്നാൽ ആ സുധാമാവ് പുറത്തു വന്ന് പറയുന്ന വരികൾ എന്താ അറിയോ? അധനോയം ധനം പ്രാപ്യ മാതിന്നുച്ചേനമം സ്മരയോ ഇതി കാരുണികോ നൂനം ധനം മേ അപൂരിനാഥനം. എനിക്ക് സമ്പത്ത് തന്നാൽ ഞാൻ ഭഗവാന്റെ നാമസ്മരണം മറക്കൂ എന്ന് കരുതി ഒന്നും തരാതെ എന്നെ അയച്ച മഹാത്മാവ് ആ കൃഷ്ണൻ എത്ര കാരുണ്യമാണ് എന്നോട് കാണിച്ചത് എന്ന് പറഞ്ഞ് പോരുകയാണ്. തൻ്റെ നാട്ടിലെത്തിയപ്പോഴാണ്, ഇപ്പോഴത്തെ നിങ്ങളുടെ ഹൈവേ പോലെയാണ്, റോഡൊക്കെ മാറി, വലിയ വീതിയുള്ള റോഡ്. ഇവിടെയാണെങ്കിൽ മൊത്തം കുഴി നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഉടമസ്ഥർക്ക് ലക്ഷങ്ങൾ കിട്ടി, നാട്ടുകാർക്ക് ഇപ്പോൾ ഏറെക്കുറെ ലക്ഷം പിന്നാലെ. കുറെ കഴിഞ്ഞ് നേരെയോ അത് വിചാരിക്കുക. ഏതായാലും ഇവിടെ സുധാമാവിന്റെ വീടൊക്കെ ഉള്ള സ്ഥലം പിടികിട്ടുന്നില്ല. സുധാമാവിന് തോന്നി എൻ്റെ വഴി തെറ്റിയോ, കുറച്ചുകൂടി പോവാണ്. അപ്പോഴാണ് പുറകുന്നൊരു വിളി, ഭഗവൻ ഭഗവൻ, ബ്രഹ്മൻ ബ്രഹ്മൻ എന്നൊരു വിളി. സുധാമാവിന്റെ ഭാര്യ സുധാമാവിനെ വിളിക്കുക ഭഗവൻ അല്ലെങ്കിൽ ബ്രഹ്മൻ എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ഏട്ടാ ചേട്ടാ പേട്ടാ കേട്ടാ എന്നൊന്നും വിളിക്കില്ല. എന്താ വിളിക്കുക? ബ്രഹ്മൻ എന്നൊക്കെ വിളിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോയി ട്രൈ ചെയ്യാം. എന്താ നിങ്ങൾ ചിരിച്ചത്? എനിക്ക് മനസ്സിലായില്ലേ? നല്ലൊരു പേരല്ലേ? നല്ലൊരു പേരല്ലേ? നല്ലൊരു പേരല്ലേ ബ്രഹ്മന്? ഒന്ന് വിളിച്ചു നോക്കൂ ബ്രഹ്മന്. ഞാൻ
പരബ്രഹ്മം എന്നാണ്. മനുഷ്യൻ റിട്ടയർ ചെയ്ത് പണിയും ചെയ്യാതെ പരബ്രഹ്മം പോലെ വീട്ടിലിരിക്കുകയാണെന്ന്. പിന്നെ ഞാൻ അയാളെ പരബ്രഹ്മം എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരാളല്ല, ഇവിടെ ബ്രഹ്മൻ എന്ന് വിളിക്കുകയാണ്. അത് കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ പത്നി സുശീലാദേവി കീറിപ്പൊളിഞ്ഞ സാരി എന്നല്ല, നല്ല കാഞ്ചീപുരം സാരികളും നല്ല ആഭരണങ്ങളൊക്കെ എവിടുന്നാണ് ഇങ്ങനെ കല്യാൺ ജ്വല്ലറിയോ ഇത്രയും ആഭരണ വിഭൂഷിതയായിട്ട്? എന്താണ് സംഭവിച്ചത്? ആമാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കൂടെ കൊണ്ടുപോയി അവിടെ ഇരിക്കുന്ന വീട്, എൻ്റെ ദൈവമേ, ഇത്രയും അത്ഭുതങ്ങളോ! അങ്ങനെ ആ ഒരു അത്ഭുത ലോകം കണ്ട് നമ്മളാണെങ്കിൽ മേലോട്ട് ചാടും അല്ലേ, ലോട്ടറി അടിച്ചു എന്നുള്ള രീതിയിൽ. സുധാമാവ് അവിടെ ഇരുന്ന് ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് നമുക്കൊക്കെ ഒരു പാഠം. സുധാമാവിന്റെ പ്രാർത്ഥനയാണ് തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗം തസ്യൈവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർ ജന്മനി ജന്മനി സ്യൽ. ഇനിയും ഇനിയും എനിക്ക് ദാരിദ്ര്യത്തിന്റെ ജന്മങ്ങൾ തന്നനുഗ്രഹിക്കണം. പക്ഷെ മനസ്സ് ദരിദ്രമാവരുത്. നാമജപത്തിന്റെ സമ്പദ് സമൃദ്ധി മനസ്സിൽ വേണം. ശരീരത്തിന് ദാരിദ്ര്യം ഒരു പ്രശ്നമല്ല കൃഷ്ണ. മനസ്സ് സമ്പന്നമാവും. ഇപ്പൊ നമ്മളൊക്കെ ഭൗതിക സമ്പത്തിന്റെ മനസ്സുകൊണ്ട് ദരിദ്രരാണ്. നിങ്ങൾ നോക്കൂ, സ്നേഹമില്ല, സന്തോഷമില്ല, സംതൃപ്തിയില്ല, ഐക്യമില്ല, ശക്തിയില്ല. മനസ്സെന്ന് ദരിദ്രമാണ്. എന്നാൽ ഇവിടെ മനസ്സുകൊണ്ട് സമ്പന്നമാവണം, നാമജപം കൊണ്ട്. അതെങ്ങനെ കിട്ടും? മഹാനുഭാവേന ഗുണാലയേന, സജ്ജനങ്ങളുമായി ചേർന്ന് അവിടുത്തെ നാമത്തിൽ മുഴുകാനും സത്സംഗങ്ങളിൽ മുഴുകാനും അതിന് സാധിക്കണം. വിഷൽജതത്തൽ പുരുഷപ്രസംഗ. ഭഗവാനെ, അങ്ങനെ ഞാൻ അങ്ങയിൽ ലയിച്ചു കൊള്ളാം. ഇതാണ് സുധാമാവിന്റെ വലിയൊരു പ്രാർത്ഥന. എന്താ പറയുന്നത്? തസ്യേവമേ സൗഹൃദ സഖ്യമൈത്രി ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജതത്തൽ പുരുഷപ്രസംഗ. അങ്ങനെ ഭഗവാന്റെ നാമത്തിൽ മുഴുകി 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 ജീവിതം ധന്യമാക്കിയ, പവിത്രമാക്കിയ സുഹൃതിയാണ് സുധാമ. ആ സുധാമാവിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ആ സുധാമ ചരിതമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ സുധാമ ചരിതത്തിലേക്ക് കടക്കുന്നു.